വേദസാരജ്ഞസമ്പൂർണം സാക്ഷാത് ബ്രഹ്മസ്വരൂപിണം ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം വാക് യജ്ഞേന കൽപതാ. അഖില ഭാരത ഭാഗവത സത്ര വേദിയില് ശ്രദ്ധാലുക്കളായി മുമുക്ഷുക്കളായി എത്തിച്ചേർന്നിരിക്കുന്ന ആത്മസ്വരൂപികളെ, ഏവർക്കും ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും സ്നേഹം നിറഞ്ഞ പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം ചർച്ച ചെയ്യുന്നത് മഹത്തായ ജ്ഞാനമാണ്. ഈ ജ്ഞാനത്തില് ഉദ്ധവ ഉപദേശത്തിന്റെ ഭാഗമായി നടക്കുന്ന 8, 9, 10, 7, 8, 9 അധ്യായങ്ങളിലായി 24 ഗുരുക്കന്മാരെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 8 ഗുരുക്കന്മാരെ പറ്റി ഇതുവരെ നിങ്ങൾ ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവധൂത യദു സംവാദ രൂപേണ നടത്തുന്ന ഈ മഹജ്ഞാന ഉപദേശം ശ്രദ്ധയാം വണ്ണം ശ്രവണം ചെയ്യുന്നവർക്ക് ജീവിതത്തിലെ പരിവർത്തനമുണ്ടാകും. ആ പരിവർത്തനത്താൽ ആത്യന്തികമായ സത്യത്തെ അനുഭൂതമാക്കാനും കഴിയും. ശ്രീമദ് ഭാഗവതം പ്രഥമ ശ്ലോകത്തിലും ഉപസംഹാര ശ്ലോകത്തിലും ഉദ്ഘോഷിക്കുന്നത് സത്യം പരം ധീമഹി എന്നാണ്. പരമമായ സത്യത്തെ, അദ്വയവും ഏകവും അഖണ്ഡവുമായിരിക്കുന്ന സത്യത്തെ അനുസന്ധാനം ചെയ്യുക. സത്യം ഏകമാണ്, അത് അദ്വയമാണ്. ആ അദ്വയമായിരിക്കുന്ന സത്യത്തെ നിതരാം സതതം അനുസന്ധാനം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ബോധിപ്പിക്കുന്നത്, ഉപദേശിക്കുന്നത്. ഇതുവരെയുള്ള ഗുരുക്കന്മാരിൽ കൂടി പല പാഠങ്ങളും നാം പഠിച്ചു കഴിഞ്ഞു.
അവധൂത ബ്രാഹ്മണൻ യദു ചക്രവർത്തിയോട് തുടർന്ന് പറയുകയാണ്, ഇന്ദ്രിയ വിഷയങ്ങളിൽ ബദ്ധരായി ജീവിതം നയിച്ചാൽ നിങ്ങൾ സുഖ ദുഃഖ മോഹ ഭയാദികളിൽ ബദ്ധരായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. ഇന്ദ്രിയദ്വാര അനുഭവിക്കുന്ന ഏതു വിഷയവും സുഖത്തെയും ദുഃഖത്തെയും പ്രദാനം ചെയ്യുന്നതാണ്. അതായത് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരുമ്പോഴുണ്ടാകുന്ന സുഖവും ദുഃഖവും സ്വർഗത്തിലുമുണ്ട്, നരകത്തിലുമുണ്ട്. എന്താണ് പറഞ്ഞത്? ഇന്ദ്രിയദ്വാര നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് വിഷയ അനുഭവമായാലും ആ വിഷയ അനുഭവം വഴി നമുക്ക് ലഭിക്കുന്ന ക്ഷണികമായ സുഖവും ദുഃഖവും എവിടെയുമുണ്ട്? നരകത്തിലുമുണ്ട്, സ്വർഗത്തിലുമുണ്ട്. ഇപ്പൊ നരകത്തിന് തുല്യമായി സൂകരാദി യോനികളിൽ ജനിച്ചവർക്കും പുത്ര പൗത്രാദി സുഖം ഉണ്ട്. പന്നിക്കുണ്ട് മക്കള്, പന്നിക്കുണ്ട് മറ്റ് ബന്ധുജനങ്ങള്, മിത്രാദികള്. അവര് ഭക്ഷിക്കുന്നത് എന്താണ്? മലിന വസ്തുക്കളാണ്. നമുക്കറിയാം ഒരു പന്നിയുടെ ജീവിതം. അപ്പൊ ആ പന്നി എന്തുകൊണ്ടാണ് മലിന വസ്തുക്കളെ ഭക്ഷിക്കുന്നത്? ദുഃഖമുള്ളത് കൊണ്ടാണോ? അല്ല. മാലിന്യം ഭക്ഷിക്കുന്നതിൽ സുഖം കണ്ടെത്തുന്നു. ആര്? അധമ യോനികളിൽ ജനിച്ച് നരകതുല്യമായ ജീവിതം നയിക്കുന്നവരും അതിൽ സുഖത്തെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശരീര സ്വീകാര്യം നടത്തിയാൽ ക്ഷണികങ്ങളായ സുഖദുഃഖാദികളിൽപ്പെട്ട് മോഹഭയാദികളിൽ ബദ്ധരായി നമ്മളുടെ ജന്മത്തെ അവസാനിപ്പിക്കരുത്. ഈ മാനവ ജന്മം നിസാര കാര്യങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കുവാനുള്ളതല്ല. ഈ ശരീരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സുഖദുഃഖാനാം ഭോഗായതന ഉച്യതേ എന്നാണ് ശരീരത്തെ പറയുന്നത്. സുഖ ദുഃഖങ്ങൾ ഭുജിക്കുന്നതിനുള്ള ആയതനമാണ്, ഇരിപ്പിടമാണ്. അങ്ങനെ സുഖ ദുഃഖങ്ങൾ ഭുജിക്കുന്നതിനുള്ള ഇരിപ്പിടമാണ് എന്ന് കരുതിക്കൊണ്ട് ആ ക്ഷണികങ്ങളായ നശ്വരങ്ങളായ നിസാരങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി അതിശ്രേഷ്ഠമായിരിക്കുന്ന മാനവ ജന്മത്തെ നഷ്ടമാക്കിയാൽ അതൊരു മഹത്തായ നഷ്ടമാണ്, കഷ്ടമാണ് എന്ന് ഉപനിഷദ് ഋഷി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇഹ ചേതവേദീത് അത സത്യമസ്തി ന ചേതീഹ അവേദീത് മഹതീ വിനഷ്ടി. അപ്പൊ മനുഷ്യ ജന്മവും സത്സംഗവും ഒക്കെ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ദുർലഭമാണ്, അല്ലേ? അങ്ങനെ ഒരു മനുഷ്യ ജന്മം ലഭിച്ചിട്ട് ആ സത്യസ്വരൂപത്തെ അനുസന്ധാനം ചെയ്ത് സത്യത്തിലേക്ക് ഉയർന്നില്ല എങ്കിൽ അത് വലിയ കഷ്ടമാണ് എന്ന് ആചാര്യന്മാർ നിരന്തരം ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. 9ാമത്തെ ഗുരു ആരാണ് എന്ന് തുടങ്ങി തുടർന്നുള്ള എല്ലാ ഗുരുക്കന്മാരെയും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗുരുക്കന്മാരിൽ നിന്ന് ശ്രദ്ധയോടുകൂടി പാഠത്തെ ഉൾക്കൊള്ളണം. പാഠത്തെ ഉൾക്കൊണ്ടിട്ട് ആ ഉൾക്കൊള്ളുന്ന പാഠങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ വേണ്ടിയാകണം ഇത് ശ്രവണം ചെയ്യേണ്ടത്. പ്രായോഗികമാക്കുമോ? ശ്രദ്ധ അതിലുണ്ടാകുമോ? ഉണ്ടാകണം. നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാത്ത ഒരു പാഠവും നമുക്ക് കാര്യമായ പ്രയോജനത്തെ നൽകില്ല.
ശ്രീമദ് ഭാഗവത സത്രവേദിയിൽ ഇരുന്ന് ശ്രീമദ് ഭാഗവതത്തിൽ നടത്തുന്ന അവധൂത യദു സംവാദത്തിലെ ഗുരുക്കന്മാരെ ശ്രവണം ചെയ്യുമ്പോൾ ആ ഗുരുക്കന്മാരെ നമ്മൾ ഗുരുവായിട്ട് കാണണം. ഗുരുവായിട്ട് കാണുക മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികവും ആക്കണം. അങ്ങനെയാണെങ്കിൽ 9ാമത്തെ ഗുരു എന്ന് പറയുന്നത് അജഗരമാണ്. അജഗരം എന്ന് പറഞ്ഞാല് പെരുമ്പാമ്പ്. ഈ പെരുമ്പാമ്പ് ഭിക്ഷ എടുത്തു കഴിഞ്ഞാൽ, അതിന്റെ ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്ഥലത്ത് തന്നെ അങ്ങ് കിടക്കുകയാണ് ഏറെക്കാലം. വീണ്ടും തൻ്റെ മുന്നിൽ ഒരു ഭക്ഷണം എത്തുന്നത് വരെ അത് വീണ്ടും ഭക്ഷണത്തിന് വേണ്ടി പരക്കം പായാറില്ല. പെരുമ്പാമ്പ് ഇര എടുക്കുന്നതിന് വേണ്ടി പാഞ്ഞു നടക്കാറില്ല. ആ പെരുമ്പാമ്പിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാല് പെരുമ്പാമ്പ് രുചിയുള്ള ഭക്ഷണത്തിന് വേണ്ടി പരക്കം പായുന്നില്ല എന്നർത്ഥം. ഏത് തരത്തിലുള്ള ഭക്ഷണം ലഭിക്കണം എന്ന് ശ്രദ്ധിക്കുന്നില്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പെരുമ്പാമ്പിനെ ശ്രദ്ധിച്ചിട്ട് നാം ഒരു കാര്യം വളരെ തന്നെ പഠിപ്പിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഔഷധ രൂപേണ ഭക്ഷിക്കണം. ഭിക്ഷ ഔഷധം ഭുജ്യതാം സ്വാദ്വന്നം നതു യാച്യതാം വിധിവശാത് പ്രാപ്യേന സന്തുഷ്യതാം. നമ്മൾ സ്വാദുള്ള ഭക്ഷണത്തിന് വേണ്ടി അപേക്ഷിക്കാതെ വിധിവശാത് നമ്മളുടെ മുൻപിൽ എത്തുന്നതിനെ ഔഷധമായിട്ട് കണ്ടുകൊണ്ട് അന്നം ബ്രഹ്മേതി വിജാനാതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപനിഷത്ത് ഋഷിയെ പ്രണമിച്ചുകൊണ്ട് നമ്മളുടെ മുന്നിലെത്തിയിരിക്കുന്ന അന്നത്തെ ബ്രഹ്മമായി കണ്ട് ആ എടുക്കുന്ന വ്യക്തിയും അത് നമ്മൾ സമർപ്പിക്കുന്ന യാഗകുണ്ഠവും ഒക്കെ ബ്രഹ്മം തന്നെ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അല്ലേ, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം. അപ്പം നമ്മള് അവിടെ ജഠരാഗ്നിയുണ്ട്. നമ്മളുടെ വയറിൽ എന്തുണ്ട്? ജഠരാഗ്നിയുണ്ട്. അപ്പൊ ആ ജഠരാഗ്നി എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത. ഓരോ പ്രാണികളുടെയും ദേഹത്തിൽ വൈശ്വാനരനായിട്ട് ഭഗവാൻ ഇരിപ്പുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അന്നത്തെ ബ്രഹ്മമായി കണ്ടുകൊണ്ട് സ്വാദോ മറ്റ് ഭാവങ്ങളോ ഇല്ലാതെ ഈ ശരീര സന്ധാരണത്തിന് വേണ്ടി, ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഔഷധമായി മാത്രം കണ്ടുകൊണ്ട് വിധിവശാത് പ്രാപ്യേന സന്തുഷ്യതാം. വിധി എങ്ങനെയാണോ നമ്മളുടെ മുന്നിൽ ഓരോ സമയത്തും അന്നത്തെ കൊണ്ടുവരുന്നത്, അതിനെ അതേ രീതിയിൽ അന്നത്തെ അശിക്കണം. നമ്മളുടെ അജഗരം യദൃച്ഛാലാഭ സന്തുഷ്ടമാണ്. യാദൃച്ഛികമായി എങ്ങനെയാണോ തനിക്ക് ലാഭമുണ്ടാകുന്നത്, തൻ്റെ വിശപ്പകറ്റുന്നതിന് എങ്ങനെയാണോ തൻ്റെ മുന്നിൽ വന്നു ഭവിക്കുന്ന ഇരയെ ഭുജിക്കുന്നത്, അതുപോലെ യദൃച്ഛാലാഭ സന്തുഷ്ടമായിരിക്കുന്ന അജഗരത്തെ പോലെ നാം യദൃച്ഛാലാഭ സന്തുഷ്ടരായി ജീവിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ജീവിച്ചോണം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളൊക്കെ പ്രവർത്തിക്കാൻ ശക്തിയുള്ളവരാണ്, സാമർഥ്യമുള്ളവരാണ്, ബലമുള്ളവരാണ്, അതിനനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കണ്ടേ, അനുഷ്ഠിക്കാതെ അജഗരത്തെ പോലെ കിടന്നാൽ മതിയോ? അവിടെ അജഗരത്തെ പോലെ കിടക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ആന്തരിക വീക്ഷണം അന്നവശിക്കുന്നതിൽ എങ്ങനെയാണ്? നമ്മളുടെ ജീവിത രീതി അജഗരത്തെ പോലെയാണോ? യദൃച്ഛാലാഭ സന്തുഷ്ടമാണോ? സകലവിധ കർമ്മങ്ങളിലും വ്യാപരിക്കവേ തന്നെ നാം ആ വ്യാപാരങ്ങളിൽ ഒന്നും തന്നെ സ്വാർത്ഥ മനോഭാവം വെച്ചു പുലർത്താതെ
വിഷയങ്ങളിലൊക്കെ ഉറങ്ങിയവന് തുല്യരായി. എങ്ങനെ? ഉണർന്നിരിക്കെ വിശ്വമിതെല്ലാം മറന്നിരിപ്പവൻ ആത്മസുഖി. ബ്രഹ്മം അഥവാ ബോധം അഥവാ അദ്വയ ചൈതന്യം സർവത്ര പൂർണ്ണമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ അദ്വയ ചൈതന്യത്തെ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്നവർ നിസാരങ്ങളായ പരിമിത വസ്തുക്കളിൽ ആനന്ദം കണ്ടെത്തില്ല. അവര് നിരന്തരം ആ സത്യസ്വരൂപത്തെ കാണും. സാധാരണ മനുഷ്യര് അഷ്ടരാഗങ്ങള്, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം, ഡംബ്, ഇതെല്ലാം വരുമ്പം ഭാഗവത മഹാത്മ്യ കീർത്തനത്തിൽ തന്നെ പറയും, കോപം കൊണ്ട് ശപിക്കരുതാരും. എന്നെയോ ഇത് എത്ര കാലമായിട്ട് നമ്മൾ പഠിപ്പിക്കുക? ഭഗവാനെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മളോട് പറയുന്നില്ല, ഇതൊക്കെ ഭഗവാൻ വേണമെങ്കിൽ കേട്ട് പഠിച്ചോ എന്നുള്ള ഒരു ഭാവം നിങ്ങൾക്കൊന്നും കാണില്ല. നിങ്ങളൊക്കെ ഭക്തരാണ്, നിങ്ങളൊക്കെ വളരെ ശ്രദ്ധയുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കണം. ആരോട് ഇടപെട്ടാലും ആരോട് വ്യവഹരിച്ചാലും ഈ ഇരിക്കുന്നതും കാണുന്നതും അറിയുന്നതും ഒക്കെ ആ ചൈതന്യ സ്വരൂപമാണ്. ഭഗവന്മയമെന്നോർക്ക സമസ്തം. നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് അരനിമിഷം പോലും അത് മറഞ്ഞു പോകാതെ, നീങ്ങിപ്പോകാതെ നമ്മളുടെ ഉള്ളില് അത് ഉണ്ടായിരിക്കണം. അപ്പൊ അജഗരത്തെ പോലെ നമുക്ക് അന്നം ഭുജിക്കാൻ കഴിയും, യദൃച്ഛാലാഭ സന്തുഷ്ടമായ ജീവിതം നയിക്കാൻ കഴിയും, ആത്മധ്യാന നിരതമായി ജീവിക്കാൻ കഴിയും, ദേഹവാസന വെടിയാൻ കഴിയും, ഇന്ദ്രിയ വിഷയ ബദ്ധത സംഘം നമ്മൾക്ക് കാണില്ല. അപ്പൊ അജഗരത്തെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുമല്ലോ, ശ്രദ്ധിക്കും. അടുത്ത ഗുരു സമുദ്രമാണ്. സമുദ്രം മുനി പ്രസന്ന ഗംഭീര ദുർവിഗാഹ്യ ദുരത്യ അനന്തപാരോഹ്യ അക്ഷോഭ്യ. സമുദ്രം എന്ന് പറയുന്നത് അനന്തമാണ്, അക്ഷോഭ്യമാണ്, പ്രസന്ന ഗംഭീരമാണ്. അല്ലേ? സമുദ്രത്തെ കണ്ടാല് അത് സമുദ്രത്തിലെ ജലം തെളിഞ്ഞാണ്, ആഴമേറിയതാണ്, നിശ്ചലമായിട്ടിരിക്കുകയാണ്. നമ്മളുടെ ഉള്ളവും സമുദ്രത്തെ പോലെ ആത്മധ്യാന നിരതമായിരിക്കുന്ന ഒരു മുനിയുടെ ഉള്ളം സമുദ്രത്തെ പോലെ തെളിവുള്ളതായിരിക്കും, നിശ്ചലമായിരിക്കും, ആഴമേറിയതും ആയിരിക്കും. എന്നാൽ ഈ സമുദ്രത്തിലേക്ക് ആരെങ്കിലും ഒന്ന് ഇറങ്ങിക്കളയാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ സമുദ്രത്തില് കൂറ്റൻ സ്രാവുകള്, അല്ലേ, കൂറ്റൻ തിമിംഗലങ്ങള്, മനുഷ്യർക്ക് ആയുസ്സിന് അപായം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഹിംസ്ര ജീവികളൊക്കെ എവിടെയുണ്ട്? കടലില്, സമുദ്രത്തിലുണ്ട്. ഒന്ന് ഇറങ്ങിക്കളയാമെന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ അവയൊക്കെ ഇരയാക്കിയെന്നും വരാം. ഇതിന്റെ അർത്ഥം ആത്മധ്യാന നിരതമായി തപശ്ചര്യാവ്രതത്തോടുകൂടി കഴിയുന്ന മഹാമനീഷികളെ, ആത്മയോഗികളെ സൂക്ഷിച്ചു വേണം സമാശ്രയിക്കേണ്ടത്. പഞ്ചദശീകാരനായിരിക്കുന്ന വിദ്യാരണ്യസ്വാമികൾ പറയും, അവര് ചാരം മൂടിയ കനല് പോലെയാണ്, തൊട്ടാ പൊള്ളും, പുറമേ അറിയില്ല. അപ്പൊ അവരോട് ഇടപെടുന്നത് ശ്രദ്ധിച്ചു വേണം. ആ തപസ്സാകുന്ന അനന്ത സമുദ്രത്തിലേക്ക് ഇടപെടുമ്പോൾ അവരുടെ അനുഗ്രഹത്തിന് മാത്രം പാത്രീഭൂതമാകത്തക്ക വിധം വേണം ആ മഹാ സ്ഥിരപ്രജ്ഞയോടുകൂടി വിരാജിക്കുന്ന മനീഷികളെ, ശ്രേഷ്ഠരെ, ആത്മയോഗികളെ സമീപിക്കേണ്ടത്. അവർ സമുദ്രം പോലെയാണ്. സമുദ്രത്തിന്റെ ആഴത്തില് അമൂല്യമായ രത്നങ്ങളും വൈരങ്ങളും ഒക്കെ ഉണ്ട്, അല്ലേ? അനേകം മൂല്യമേറിയ വസ്തുവകകൾ അവിടെയുണ്ട്. ഇതുപോലെ നമ്മളുടെ ആത്മാവാകുന്ന അന്തരംഗം അനേകം ഐശ്വര്യത്തിന്റെ പൂർണ്ണതയാണ്, നികേതമാണ്. ഇതൊന്നും അറിയാതെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന ആ അനന്ത
സൗഭാഗ്യത്തെ തിരിച്ചറിയാതെ നിസ്സാരങ്ങളായ സുഖദുഃഖങ്ങൾക്ക് വേണ്ടി, സുഖഭോഗങ്ങൾക്ക് വേണ്ടി വിഷയങ്ങളെ സമാശ്രയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ പോകരുത്. സമുദ്രത്തിലേക്ക് പോകുമ്പോൾ, അന്തരാത്മാവിലേക്ക് പോകുമ്പോൾ, നമ്മളുടെ യോഗചര്യയില് നമുക്ക് കുഴപ്പമുണ്ടാകുന്ന അനുഭവങ്ങൾ വന്നു ഭവിക്കുമെങ്കിൽ അതിനെയൊക്കെ ഗുരു ഉപദേശപ്രകാരം അതിക്രമിച്ച് അനന്താനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ആ അനന്ത വൈഭവത്തിലേക്ക്, യോഗ ഐശ്വര്യത്തിലേക്ക് ആഴ്ന്ന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ സമുദ്രത്തെ പോലെ തെളിഞ്ഞ് നിശ്ചലമായി അവധാനപൂർവം ജീവിച്ചുകൊണ്ട് ഉള്ളിൽ ആന്തരിക ശക്തി നിറച്ചുകൊണ്ട് ഐശ്വര്യത്തിന്റെ നികേതം അന്തരാത്മാവിൽ കണ്ടെത്തിക്കൊണ്ട് വേണം നാം ജീവിക്കേണ്ടത്. അപ്പൊ സമുദ്രത്തിൽ നിന്നും ഒരു പാഠം പഠിച്ചു. ഇനി ഈയാംപാറ്റയിൽ നിന്ന് പഠിച്ചത് എന്താണ് എന്ന് അവധൂത ബ്രാഹ്മണൻ യദുചക്രവർത്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈയാംപാറ്റ ഇന്ദ്രിയ ജയം സിദ്ധിക്കാത്ത മനുഷ്യരെ പോലെയാണ്. ഇന്ദ്രിയ ജയം സിദ്ധിച്ചവർ ഏതിനെ കാണണം, ഏതിനെ ഭുജിക്കണം എന്ന് തിരിച്ചറിയും. ഇന്ദ്രിയ ജയം സാധിച്ചിട്ടില്ലയോ, വേണ്ടാത്തതിലൊക്കെ ചെന്ന് തലയിടും. കാണേണ്ടാത്തത് കാണും, കേൾക്കേണ്ടാത്തത് കേൾക്കും, പറയാൻ പാടില്ലാത്തത് പറയും, അല്ലേ? അങ്ങനെ ജ്ഞാനേന്ദ്രിയദ്വാര, കർമ്മേന്ദ്രിയദ്വാര നമ്മുടെ ചുറ്റുപാടുമുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നവർ, ശ്രദ്ധിക്കുന്നുണ്ടോ? പോകുന്നവർ ഇന്ദ്രിയ ജയം സിദ്ധിക്കാത്തവരാണ്. ജയം സിദ്ധിച്ചു കഴിഞ്ഞാൽ വിവേകികളായിരിക്കും. വിവേകികളായവർ ആവശ്യമുള്ളതിലേക്ക് ശ്രദ്ധിക്കൂ. ഇന്ദ്രിയദ്വാര അറിയുന്നതിലെല്ലാം ഇന്ദ്രിയ അതീതമായിരിക്കുന്ന തത്വം നിലകൊള്ളുന്നു എന്ന് ബോധിച്ച് അറിയും, അല്ലേ? ചക്ഷുഷാ ന പശ്യതി യേന ചക്ഷുംഷി പശ്യതി. കണ്ണുകൊണ്ട് ഏതൊന്നിനെ അറിയാൻ കഴിയില്ലയോ, യേന ചക്ഷുംഷി പശ്യതി, എന്നാൽ കണ്ണ് കാണുന്നതിന് കാരണമായിരിക്കുന്നത് ഏതൊന്നാണോ അതിനെ അറിഞ്ഞുകൊണ്ട് കാണണം. അതാണ് ശരിയായ കാഴ്ച. തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദം ഉപാസതേ. അപ്പൊ കണ്ണുകൊണ്ട് അതിനെ കാണാൻ പറ്റില്ല, എന്നാൽ കണ്ണ് പ്രവർത്തിക്കുന്നതിന് കാരണമായിരിക്കുന്ന ചൈതന്യത്തെയാണ് ബ്രഹ്മം എന്നറിയേണ്ടത്. നമ്മളുടെ ഈയാംപാറ്റ പഠിപ്പിക്കുന്നത് എന്താണ്? അഗ്നിയെ കണ്ട് മോഹിച്ച് അതിലേക്ക് ചെന്ന് നിപതിച്ച് തൻ്റെ ശരീരത്തിന് അന്തം വരുത്തുന്നു. അപ്പൊ ഈയാംപാറ്റ വീണ് നശിക്കുന്നത് പോലെ, അഗ്നിയിൽ വീണ് നശിക്കുന്നത് പോലെ കണ്ണുകൊണ്ട് കാണുന്ന വിഷയങ്ങളിൽ ഭ്രമിച്ച് അവിവേകികളായ മനുഷ്യർ സത്യാനുസന്ധാനം നടത്തേണ്ട സമയത്തെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ആനന്ദമാണോ വേണ്ടത് അതോ ദുഃഖമാണോ വേണ്ടത്? ഓരോരുത്തരും ഉള്ളിൻ്റെ ഉള്ളില് തന്നോട് തന്നെ ഒന്ന് ചോദിക്കൂ, തനിക്ക് എന്താണ് വേണ്ടത്? ആനന്ദമാണല്ലേ? ആരും പറയില്ല ദുഃഖമാണ് വേണ്ടത് എന്ന്. ആനന്ദമേവ ധ്യായന്തി സർവേ ദുഃഖം ന കശ്ചന. എല്ലാവർക്കും ആനന്ദം തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. പക്ഷേ പോകുന്നതോ ദുഃഖത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളിലും, ചെയ്തുകൊണ്ടിരിക്കുന്നതോ ദുഃഖത്തെ പ്രദാനം ചെയ്യുന്ന കർമ്മങ്ങളിലും. ശ്രദ്ധിക്കുന്നുണ്ടോ ഇത്? അത് മാതാജിയെ പോലുള്ളവർക്കൊക്കെ സന്യാസ ദീക്ഷയൊക്കെ സ്വീകരിച്ച് ഇങ്ങനെ ജീവിച്ചാൽ പറ്റും, ഞങ്ങളെ പോലെയുള്ള ഗൃഹസ്ഥാശ്രമികൾക്ക് ഇതൊന്നും പറ്റില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക,
ഈ ഭൂമിയിൽ വന്നാൽ എല്ലാവരും ഇവിടെ ജീവിക്കുന്നുണ്ട്, എല്ലാവരും എവിടെയെങ്കിലും താമസിക്കുന്നുണ്ട്, എല്ലാവരും വസ്ത്രമൊക്കെ ധരിക്കുന്നുണ്ട് അല്ലേ? ഇതിന് മുണ്ടനം ചെയ്താലോ രുദ്രാക്ഷം ധരിച്ചാലോ വസ്ത്രം മാറിയാലോ ഉണ്ടാകുന്നതല്ല ഈ വിവേകം. ഏത് വസ്ത്രം ധരിച്ചാലും, ഗൃഹത്തിൽ വസിച്ചാലും, വനത്തിൽ വസിച്ചാലും നിങ്ങളുടെ മാനസിക വീക്ഷണം, ആന്തരിക വിവേകം എങ്ങനെ ഇരിക്കുമോ അതനുസരിച്ചിരിക്കും ജീവിതം. ബോധ്യാകുന്നുണ്ടോ? അതുകൊണ്ട് വിവേകപൂർവം നോക്കിക്കണ്ട് ജീവിക്കണം. എത്ര കിട്ടിയാലും മതിവരാതെ വിഷയങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്നവർ ദുഃഖത്തിനുള്ള അഗാധ ഗർത്തങ്ങൾ സ്വയം തയ്യാറാക്കുകയാണ്. അവനാ ദുഃഖഗർത്തത്തിൽ നിപതിക്കും, ഇന്നല്ലെങ്കിൽ നാളെ അല്ലേ? ഞാനും എന്റേതും എന്ന ഭാവനയോടുകൂടി ഓരോ ദൃശ്യവിഷയങ്ങൾ തൻ്റേതാക്കാനുള്ള ശ്രമത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ സ്ഥിതിയെയാണ് അഗ്നിയിൽ വീണ് നിപതിക്കുന്ന ഈയാംപാറ്റ, ആ ശലഭങ്ങൾ, മഴശലഭങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പുരുഷാർത്ഥ പ്രാപ്തി, പരമപുരുഷാർത്ഥ പ്രാപ്തി എന്നുള്ളതായിരിക്കണം ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. എന്ത് വേണം? ഇതൊക്കെ മായയാണ്. നാം കാണുന്ന രീതിയിലല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം. സ്നേഹസ്വരൂപികളായ ഭക്തജനങ്ങളെ, നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളില്ലേ, ഇതൊന്നും നിങ്ങൾ കാണുന്ന രീതിയിലല്ല. ഇതിന്റെ യഥാർത്ഥ സ്വരൂപം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു ഉടുമ്പ് കണ്ടാൽ എങ്ങനെയിരിക്കും? ഒരു ഉറുമ്പ് കണ്ടാൽ എങ്ങനെയിരിക്കും? മാനും മീനും ഈ ലോകത്തെ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മളുടെ കണ്ണ് കാട്ടിത്തരുന്ന കാഴ്ച ആത്യന്തികമായ സത്യമാണോ? ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാല്, ഒരു കിർലിയൻ ക്യാമറ വെച്ച് നോക്കിയാല്, അപ്പൊ നമ്മൾ കാണുന്ന വസ്തുക്കൾ ഒന്നും നാം കാണുന്ന രീതിയിലല്ല. ശാസ്ത്രം ഇതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എവറിത്തിങ് ഈസ് എനർജി അല്ലേ? ഇതെല്ലാം ഊർജമാണ്, ഊർജം മാത്രം. എനർജി can neither be created nor be destroyed. ഊർജത്തെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ശരീരവും നിങ്ങളിരിക്കുന്ന കസേരയും ഈ ഞാനും ഞാനിരിക്കുന്ന കസേരയും ഇവിടെ ഇരിക്കുന്ന സർവചരാചരങ്ങളും ഊർജമാണ്. ഊർജം ശക്തിയാണ്. ശക്തി ചലിക്കുന്നതിന് ആധാരമായിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലും പുറത്തും. അതിനാധാരമായിരിക്കുന്ന ചലനരഹിതമായ ബോധമുണ്ട്. എന്തുണ്ട്? ബോധം അഥവാ നിശ്ചലത. അതുകൊണ്ടാണ് ആചാര്യ ഭഗവത്പാദർ പറഞ്ഞു, നിശ്ചലതത്വേ ജീവൻ മുക്തി. നിശ്ചലതത്വേ ജീവൻ മുക്തി. അതുകൊണ്ട് ആചാര്യ ഭഗവത്പാദർ തന്നെ പറയുന്നുണ്ട്, മായാമയമഖില മായാമയം ഇദം അഖിലം ഹിത്വാ. ഇദം അഖിലം മായാമയം ഹിത്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ. ത്വം ബ്രഹ്മപദം പ്രവിശ. നീ ബ്രഹ്മപദത്തെ അറിഞ്ഞിട്ട് അതിനെ പ്രാപിച്ചാലും. അതാണ് നമുക്ക് ഈയാംപാറ്റയിൽ നിന്നും പഠിക്കാൻ കഴിയുന്നത്. ഇന്ദ്രിയ വിഷയങ്ങൾ മോഹിപ്പിക്കുന്നതിനനുസരിച്ച് അതിൽ സ്വജീവിതത്തെ ഹോമിക്കരുത്. അടുത്ത ഗുരു എന്ന് പറയുന്നത് തേനീച്ചയാണ്. തേനീച്ച എന്ന് പറയുന്നത് എങ്ങനെയാണ് തേൻ ശേഖരിക്കുന്നത്? അത് എത്ര വലിയ പുഷ്പമായാലും ചെറിയ പുഷ്പമായാലും അല്പം പോലും പുഷ്പത്തെ ഉപദ്രവിക്കത്തില്ല അല്ലേ? പുഷ്പത്തെ ഉപദ്രവിക്കാതെ, ഒരു ദ്രോഹവും ചെയ്യാതെ, വളരെ ശ്രദ്ധയോടുകൂടി തേൻ ശേഖരിക്കുന്നത് പോലെ ആയിരിക്കണം ഇവിടെ ഒരു ആത്മധ്യാന നിരതനായ സാധകൻ, ഭിക്ഷു ജീവിക്കേണ്ടത്. അങ്ങനെയേ ഭിക്ഷ എടുക്കാവൂ. ഒരു സന്യാസി
ഒരു ആത്മസംയമി, ഒരു മധുകരീം വൃത്തി സ്വീകരിച്ച്, മാധുകരീ ഭിക്ഷ എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. മധു എങ്ങനെയാണോ തേൻ ആർജിച്ചെടുക്കുന്ന തേനീച്ച, തേൻ ശേഖരിക്കുന്ന തേനീച്ച എങ്ങനെയാണോ ആ തേനിനെ വലിച്ചെടുക്കുന്നത്, അതുപോലെ ഗൃഹസ്ഥാശ്രമികൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ വേണം ഭിക്ഷ സ്വീകരിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകും, സന്യാസിമാരൊന്നും ആരോടും ഒരു ഭിക്ഷയും ചോദിക്കാറില്ല. ഒരു തരത്തിലും ഒരു ആവശ്യത്തെയും പറയാറില്ല. അവര് പറയാതെ തന്നെ യദൃച്ഛാലാഭ സന്തുഷ്ടന്മാരെ പോലെ, അജഗരത്തെ പോലെ, തേനീച്ചയെ പോലെ ഒരു ഉപദ്രവവും ഉണ്ടാക്കാതെ സ്വാഭാവികമായി വരുന്നതിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവരാണ് ആര്? ആത്മസംയമികളായ സന്യാസികൾ, മഹത്തുക്കൾ. അത് ആത്മസംയമികൾ എന്ന് പറയുമ്പം നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ ജീവിക്കണം, ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാകാതെ. അപ്പൊ തേനീച്ചയിൽ നിന്നൊരു പാഠം പഠിച്ചു. പുഷ്പം വലുതായാലും ചെറുതായാലും തേനീച്ച തേനെടുക്കുന്നത് പോലെ ജീവിക്കാം, അല്ലേ? പുഷ്പത്തെ ഉപദ്രവിക്കാതെ ജീവിക്കാം. ഇനിയും ഈ തേനീച്ച ആ പുഷ്പത്തിന്റെ സാരം മാത്രമല്ലേ എടുക്കുന്നുള്ളൂ, അല്ലേ? അതുപോലെ നാം ഗ്രന്ഥം വായിക്കുമ്പോൾ, ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ വായിക്കും, അത് പഠിക്കുമ്പോൾ അണുഭ്യശ്ച മഹദ്ഭ്യശ്ച ശാസ്ത്രേഭ്യ കുശലോ നര. ഈ ശാസ്ത്രത്തില് സമർത്ഥനായിരിക്കുന്ന മനുഷ്യൻ സർവത സാരം ആദദ്യാത് പുഷ്പേഭ്യ ഇവ ഷഡ്പദഃ. ഷഡ്പദങ്ങൾ പുഷ്പത്തിൽ നിന്ന് എങ്ങനെ സാരം മാത്രം ഗ്രഹിക്കുമോ അതുപോലെ പുസ്തകം വലുതായാലും പുസ്തകം ചെറുതായാലും അതിൻ്റെ സാരത്തെ മാത്രം സ്വീകരിച്ച് നമ്മളുടെ ജീവിതത്തിൽ പകർത്തത്തക്ക തരത്തിൽ ജീവിക്കണം, അല്ലേ? നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രദ്ധയുണ്ടായിരിക്കണം. ഇത് കേൾക്കുന്നതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീമദ് ഭാഗവതത്തിന്റെ കഥ പറയാൻ ആർക്കും പറ്റും, അല്ലേ? കഥ കേൾക്കാനും നല്ല രസമാ. ഈ കഥയൊക്കെ എല്ലാ വേദികളിലും ആവർത്തിക്കാറുമുണ്ട്. നമ്മളുടെ സത്രവേദി അതിനൊരു അപവാദമാണ്. അങ്ങനെയല്ല, സത്രവേദിയില് ഇവിടെ സാന്നിധ്യം ചെയ്യുന്നവരും പറയുന്നവരും ആ മഹത്തായ ജ്ഞാനത്തെ തന്നെയാണ് ഹൃദയത്തിലേക്ക് പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹൃദയ സംവാദമാണ്, ഒരു സേക്രഡ് ഇൻസ്ട്രക്ഷനാണ്. അതുകൊണ്ടാണ് ഇതിനെ രഹസ്യ സംവാദം, സീക്രട്ട്. ഞാൻ നിങ്ങളോടിത് പറഞ്ഞ് നിങ്ങളുടെ ചെവികളിൽ എത്തിയാൽ പ്രയോജനമില്ല. പിന്നെ എവിടെ എത്തണം? അതങ്ങ് ഹൃദയത്തിലെത്തണം. അത് നിങ്ങൾക്ക് തിരിച്ചു പറയാൻ പറ്റാത്ത തരത്തിൽ ഹൃദയത്തിലൊരു ഒരു അവാച്യ സൗന്ദര്യമായി നിറഞ്ഞു നിൽക്കണം. എങ്ങനെ? തേനീച്ച സാരത്തെ ഉൾക്കൊള്ളുന്നത് പോലെ ഈ ശാസ്ത്രത്തിന്റെ സാരത്തെ ഉൾക്കൊള്ളണം. ശാസ്ത്രത്തിന്റെ സാരം എന്താണ്? കുഞ്ഞേ, ത്വം ഹി ബ്രഹ്മ. നീ ദേഹമല്ല, നിന്റെ ചിന്ത നീയല്ല, നിന്റെ മനസ്സ് നീയല്ല. നീ രണ്ടാമതൊന്നായിട്ട് അറിയുന്നത്, അതായത് അന്യമായിട്ട് അറിയുന്നതൊന്നും നീ അല്ല. നീ പിന്നെ എന്താണ്? നീ ആശയരഹിതമായിരിക്കുന്ന, ശബ്ദരഹിതമായിരിക്കുന്ന, നാമരൂപരഹിതമായിരിക്കുന്ന ബ്രഹ്മമാണ്. അശബ്ദം ബ്രഹ്മ, ആ ബ്രഹ്മസ്വരൂപമാണ് നീ. അതുകൊണ്ട് നീ ഈ ശാസ്ത്രത്തിന്റെ സാരത്തെ ഉൾക്കൊണ്ടിട്ട് മനോബുദ്ധീന്ദ്രിയാദികളിൽ ഭ്രമിക്കാതെ, മനസ്സ് നൽകുന്ന നിസാര ചിന്തകളിൽ രസിച്ച് രമിക്കാതെ, അതിൽ വിഷണ്ണനാകാതെ, ആരെങ്കിലും പുകഴ്ത്തിയാൽ സന്തോഷം, ഇകഴ്ത്തിയാൽ ദുഃഖം, ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും നേടിയാൽ ലാഭത്തിൽ സന്തോഷം, അല്ലേ? അല്ലെങ്കിൽ ലാഭത്തില് അസൂയ, ഈ ഭാവങ്ങളൊന്നും നമ്മളുടെ ഉള്ളിൽ വരണ്ട. ഇവിടെ നേടാനും കൈവിടാനും അല്പം പോലും ഇല്ല. നമ്മൾ എന്തൊക്കെയോ നേടിയെന്ന് വിചാരിച്ച് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് മരണം നമ്മെ
പിടികൂടുന്നതെന്ന് അറിയോ? അറിയില്ല. നാളെ രാവിലെ എഴുന്നേൽക്കുമോ എന്ന് ഉറപ്പില്ലാത്തവരും അലാം വെച്ചാ കിടക്കുന്നത്. നല്ല പ്രതീക്ഷയാണ്, അത്ര ശുഭാപ്തി വിശ്വാസം. പിന്നെ നമ്മെ മരണം തേടി വരില്ല എന്ന് ഉറപ്പ്. ഇങ്ങനെ ജീവിക്കുന്നവര് ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിന്റെ സാരം മനസ്സിലാക്കിയാണോ നാം ജീവിക്കുന്നത്? തേനീച്ച വീണ്ടും നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്ത്? ഈ തേനീച്ച സംഭരിച്ചു വെക്കുന്നതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അത് അപഹരിച്ചു കൊണ്ടുപോകും. താൻ ഈ കൂട്ടിവെക്കുന്ന ധനം, ബാങ്ക് ബാലൻസ് അല്ലേ, ബാങ്ക് ബാലൻസ് ആരെടുത്തുകൊണ്ട് പോകും? തേൻ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടുപോകുന്ന ഒരു കൂട്ടരുണ്ട്. SBI ബാലൻസ്, കാനറ ബാങ്ക് ബാലൻസ്, യൂണിയൻ ബാങ്ക് ബാലൻസ്, യെസ് ബാങ്ക്, സ്വിസ് ബാങ്ക്, ഒരു ബാങ്കിന്റെയും ബാലൻസ് എടുത്തോണ്ട് പോത്തില്ല. എടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. എന്നിട്ടോ ഈ ധനത്തിലൊക്കെ ഭയമാണ് വരുന്നത് മനുഷ്യർക്ക്. ഇതാരെടുക്കും, എങ്ങനെ എടുക്കും? മകൻ കൊണ്ടുപോവോ, ബന്ധുക്കൾ കൊണ്ടുപോവോ, ആര് കൊണ്ടുപോകും അല്ലേ? പുത്രാദപിധന ഭാജാം ഭീതി സർവത്രൈഷ വിഹിത നീതി. ഇതാണ് സാർവജനികമായിരിക്കുന്ന നിയമം. പുത്രൻ പോലും ഇത് അപഹരിക്കുമോ എന്നുള്ള ഒരു ഭയം ഈ സംഭരിച്ചു കൂട്ടിവെക്കുന്നവർക്ക് ഉണ്ട്. സത്കർമ്മത്തിൽ പോലും വിനിയോഗിക്കത്തില്ല. ഇവിടെ വന്ന് സത്കർമ്മം ചെയ്യാതെ പോയാൽ അത് വലിയ കഷ്ടമാണ്, നഷ്ടമാണ്. അത് അറിയുമോ? അത് നമ്മൾ ഇവിടെ എന്തെങ്കിലും കൊണ്ടുവന്നുവോ? വെറും കൈയോടെയല്ലേ എത്തിയത്? അതെ, വെറും കൈയോടെത്തിയ നാം നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും നിങ്ങളോടൊപ്പം കൂടെ കൂട്ടുമോ? ഇല്ല. ഇതൊക്കെ കൃത്യമായിട്ടറിയാം. ഒറ്റയ്ക്ക് വന്നു, ഒന്നും കൊണ്ടുവന്നില്ല. ഒറ്റയ്ക്ക് പോകും, ഒന്നും കൊണ്ടുപോകില്ല. ഇതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നവർ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ഇതിനെ നോക്കി കണ്ടിട്ട് വീണ്ടും വീണ്ടും മമത്വ പാശത്താൽ ബദ്ധരായി, മമത്വത്തിന്റെ ആ പാശത്താല് ബന്ധിതരായി ഒന്നും ചെയ്യാൻ കഴിയാതെ ജീവിതം നയിക്കുന്നു. ഗീതാകാരൻ തന്നെ പറയും, നാം ഈ പ്രകൃതിയിൽ വന്ന് ജീവിച്ചിട്ട്, ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചില്ലേ, ഓരോ ദിവസവും എത്ര ഓക്സിജനാ എടുത്തുകൊണ്ടിരിക്കുന്നത്, എത്ര ജലമാ എടുത്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചഭൂതങ്ങളുടെ മുഴുവൻ സഹായത്തോടെ ഇവിടെ ജീവിക്കുന്ന നാം ഓരോരുത്തരും എന്താണ് ഈ പ്രപഞ്ചത്തിന് തിരികെ നൽകുന്നത്? വല്ലതും കൊടുക്കുന്നുണ്ടോ? പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സ്യത എന്നാ പറഞ്ഞത്. നമ്മൾ പരസ്പരം സ്നേഹിച്ചും സേവിച്ചും ജീവിക്കേണ്ടവർ, പരസ്പരം എടുത്തും കൊടുത്തും ജീവിക്കേണ്ടവർ. അങ്ങനെ ജീവിച്ചില്ല എങ്കിൽ അവനെ പെരും കള്ളൻ എന്നാണ് ഗീത വിളിച്ചിരിക്കുന്നത്. എന്താ? കൊള്ളാം, എല്ലാവരും കേൾക്കുന്നുണ്ട്. പേരെങ്കള്ളൻ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവസ. അത് സ്വീകരിച്ചിട്ട് തൈർദത്താൻ അപ്രദായേഭ്യ, അത് തിരികെ കൊടുക്കാത്തവനായി ഇവിടെ ജീവിക്കുമെങ്കിൽ അങ്ങനെ ഭുജിക്കുന്നവൻ സ്തേന, അവൻ വലിയൊരു പെരും കള്ളനാണ്. ഇനി സ്വയം തന്നോട് ചോദിക്കുക, ഞാനൊരു കള്ളനാണോ? ചോദിക്കുന്നുണ്ടോ? സ്വയം തന്നോട് ചോദിച്ചാൽ മതി, ഉറക്കെ ചോദിക്കണ്ട, തന്നോട് തന്നെ ഒന്ന് ചോദിച്ചാൽ മതി അല്ലേ? നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെ വന്നിട്ട് തനിക്ക് വേണ്ടി താൻ എന്താർജിക്കുന്നുവോ അതിലൊരു ഭാഗം ആവശ്യക്കാർക്ക്, പീഡിതർക്ക്, ദുഃഖിതർക്ക് അല്ലേ, ആർക്കെങ്കിലുമൊക്കെ നന്മ ചെയ്യുന്ന കർമ്മങ്ങളിലേക്ക് കൊടുത്തു തന്നെ ജീവിക്കണം. നന്മ ചെയ്യുന്നവൻ ഒരു ദുർഗതിയും വരില്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്ര സമയമാണ്? 11 വരെ, 3/4 മണിക്കൂറുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാഠം പഠിപ്പിച്ച
പഠിപ്പിച്ചത് നഹി കല്യാണകൃത് കച്ചിത് ദുർഗതിം താത ഗച്ഛതി. നന്മ ചെയ്യുന്നവൻ ഒരിക്കലും ദുർഗതി വരില്ല. ശ്രീമദ് ഭഗവത്ഗീതയില് കർമ്മയോഗം പ്രസക്തമാണ്, അതുപോലെ തന്നെ ഭക്തിയോഗം പ്രസക്തമാണ്, ജ്ഞാനയോഗം, രാജയോഗം എല്ലാം പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. പക്ഷേ അക്ഷരബ്രഹ്മയോഗത്തെ പറ്റി ആരും പറയില്ല. എന്താ അത് പറയാത്തതിന്റെ കാരണമെന്നറിയോ? അത് പറയാതിരിക്കുന്നതിന്റെ കാരണം അത് മരണത്തെക്കുറിച്ച് പറയുന്ന വിദ്യയാണ്. അതെല്ലാവർക്കും ഭയ തന്റെ മരണം, അത് പറയാതിരി, ബാക്കിയെല്ലാം പറഞ്ഞു. മരണത്തെക്കുറിച്ച് ആർക്കും കേൾക്കണ്ട, ബാക്കിയെല്ലാം പറയാം, അല്ലേ? പക്ഷെ എങ്ങനെ മരിക്കണം, മരണശേഷം എവിടേക്ക് പോകും, തിരിച്ചുവരവുള്ള യാത്രയാണോ, ക്രമമുക്തി ഉണ്ടോ, സദ്യോന്മുക്തി, ഉത്തരായനം, ദക്ഷിണായനം അഥവാ ദേവയാനം, പിതൃയാനം, അതുപോലെ നരകപ്രാപ്തി, ഇങ്ങനെയൊക്കെ ജീവന്റെ ഗതികളുണ്ട്. ശതകോടി ജന്മസു കൃതൈ പുണ്യൈ വിനാ ലഭ്യതേ. 100 കോടി ജന്മം ചെയ്ത പുണ്യത്താൽ അല്ലാതെ മനുഷ്യത്വവും മുമുക്ഷത്വവും മഹാപുരുഷ സംശ്രയവും ലഭിക്കില്ല. ഉള്ളം നിർമ്മലമായി തീരണം, ഉള്ളം പരിശുദ്ധമായി തീരണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരമമായ സത്യത്തെ ഗ്രഹിക്കാൻ കഴിയൂ. അതുകൊണ്ട് തനിക്ക് വേണ്ടി ശേഖരിച്ചു വെക്കാതെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ കഴിയണം. അപ്പൊ തേനീച്ചയെ നോക്കിയിട്ട് ആർക്കും ഉപദ്രവം ഉണ്ടാകാതെ, ഒരു തരത്തിൽ ഒരു ഭിക്ഷ സ്വീകരിക്കുന്നതിൽ മറ്റുള്ളവരെ ഒരു തരത്തിലും ദ്രോഹിക്കാതെ, സാരം ഗ്രഹിക്കുന്നവരെ പോലെ ശാസ്ത്രസാരം ഗ്രഹിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ധന്യധന്യമായിട്ട് ജീവിക്കണം. ഇനിയും നമുക്ക് നോക്കാനുള്ളത് ആനയെ എങ്ങനെയാണ് കെണിയിൽപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? ആന കൊപ്പത്തിൽ വീണു പോകുന്നത്, വാരിക്കുഴിയിൽ വീണു പോകുന്നതിന് വേണ്ടി, അതിനെ പിടിക്കുന്നതിനായി ഒരു താത്കാലികമായ ഒരു കുഴി തയ്യാറാക്കും. ആ കുഴി തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കട്ടി കുറഞ്ഞ പലകയിട്ട് അതിൻ്റെ മുകളിൽ വൈക്കോലും ഓലയും ഒക്കെ കൊണ്ട് ആ കുഴിയെ മൂടിയതിന് ശേഷം തൊട്ടടുത്ത് വാഴയും ഒക്കെ വെച്ച് പിടിപ്പിക്കും. അതിൻ്റെ മുന്നിലായിട്ട് ഒരു പിടിയാനയെ നിർത്തും. ഈ പിടിയാനയെ കാണുമ്പോഴേക്കും സ്പർശസുഖത്തിന് വേണ്ടി ഓടി വരുന്ന കൊമ്പൻ കൊപ്പത്തിലേക്ക് വീണുപോകും. അങ്ങനെയാണ് കൊമ്പനെ പിടിയിലാക്കുന്നത്. സ്പർശസുഖത്തിന് വേണ്ടി പോകുന്ന മനുഷ്യരൊക്കെ, സ്ത്രീ പുരുഷ സംഘത്തിനു വേണ്ടി പോകുന്ന മനുഷ്യരൊക്കെ പുത്രമിത്ര കളത്രാദി സംസാര കൂപത്തിൽ അകപ്പെട്ട് നശിക്കും. അതിന് ഗൃഹസ്ഥാശ്രമത്തെ സമ്പൂർണമായി നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ അങ്ങനെ ഇരിക്കെ ആ കൂപത്തിൽ അകപ്പെട്ടു പോകരുത്, സംസാര കൂപത്തിൽ അകപ്പെട്ട് സ്വന്തം ജീവിതത്തെ നശിപ്പിക്കരുത് എന്നുള്ള പാഠമാണ് ഇവിടെ ആനയിൽ നിന്നും പഠിക്കുന്നത്. ശ്രദ്ധ ആത്മാവിൽ തന്നെ ആകണം, അല്ലാതെ ദൃശ്യ വിഷയ സുഖത്തിന് വേണ്ടി പോകരുത്. സ്പർശ സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാനയ്ക്ക് വന്നു ഭവിക്കുന്ന വിപത്തൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയും വലിയ മൃഗം, കരയിലെ ഏറ്റവും വലിയ മൃഗം, അവന്റെ കാലിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ അടിമയായിട്ട് ജീവിക്കുകയാണ്, അല്ലേ? അങ്ങനെ ജീവിക്കാൻ ഇടയാകരുത്. മനുഷ്യ ജന്മം കൊണ്ട് സിദ്ധിക്കേണ്ടത് എന്താണോ, തൃപ്തി, ആനന്ദം, അപരിമേയമായ നിർവൃതി, ആ നിർവൃതി നേടിക്കൊണ്ട് ദുഃഖ ഭയാശങ്കകളില്ലാതെ, ആകുലതയോ ഉത്കണ്ഠാദികളോ ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം. 14ാമത്തെ ഗുരു തേൻ ശേഖരിച്ചു കൊണ്ട് പോകുന്നവൻ, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ബാങ്കിലൊക്കെ ഇഷ്ടം പോലെ ഡെപ്പോസിറ്റ് ഉണ്ട്. മരിച്ചു അല്ലെങ്കിൽ
ഷെൽഫിൽ ഇഷ്ടം പോലെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെയോ ഇതൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുക, ആർക്കോട്ട് കൊടുക്കത്തുമില്ല, തനിക്ക് വേണ്ടിയൊട്ട് വിനിയോഗിക്കത്തുമില്ല. ഭർതൃഹരി എന്ന രാജർഷിയായ മഹാത്മാവ്, രാജാവും ഋഷിയുമായിരുന്ന 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മഹാത്മാവ് എഴുതിയിട്ടുണ്ട് ഭർതൃഹരി ദർശനം. നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും. ഏതേ സത്പുരുഷ പരാർത്ഥ ഘടക സ്വാർത്ഥാൻ പരിത്യജ്യേ, 4 തരത്തിലുള്ള ആളുകളെ പറ്റിയാ പറയുന്നത്. ഇതിലേത് ഗണത്തിൽ നമ്മൾ വരുമെന്ന് നമ്മൾ ഓരോരുത്തരും നിശ്ചയിക്കണം. അപ്പോഴ് നമുക്ക് സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ സമ്പത്ത് സ്വാർത്ഥത വെടിഞ്ഞ് എനിക്ക് വേണ്ട, പരാർത്ഥത്തിന് വേണ്ടി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മുഴുവൻ ചിലവഴിക്കുന്നവര്, അങ്ങനെയാണ് യഥാർത്ഥ സന്യാസിമാര്. യഥാർത്ഥ ആത്മസംയമനമുള്ള യോഗികള് അങ്ങനെയാണ്. അവര് അനുനിമിഷം അന്തരാത്മാവായിരിക്കുന്ന ഈശ്വരനോട് പ്രാർത്ഥിക്കും, സത്യ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര, ആദ്യന്തരഹിതമായിരിക്കുന്ന ബോധ ചൈതന്യമേ, ഈ നാസികയിൽ കൂടി സ്വൽപ്പം വായു ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ആ പ്രവേശിക്കുന്ന വായുവിന്റെ സാന്നിധ്യം ഈ ശരീര സന്ധാരണത്തിന് സഹായിക്കുന്നുവെങ്കിൽ അതിനനുസൃതമായ സേവ ചെയ്യാൻ കഴിയണമേ. ഞാൻ ഒരന്നം അശിച്ചാൽ ആ അന്നത്തിന്റെ ഒരു പ്രതിഫലം തിരികെ ഈ പ്രകൃതിക്ക് കൊടുക്കാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മഹത്തുക്കൾ ഉണ്ട്. അവര് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. കാരണം അവരൊരു സത്യം സ്വയം അനുഭവിച്ചിരിക്കുന്നു. ഈ ശരീരം ഞാനല്ല, ഞാൻ ഈ പ്രപഞ്ച ശരീരമാണ്, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചമായിരിക്കുന്നത്. എന്റേത് എന്ന് വിചാരിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് മാത്രം കിട്ടണം എന്ന് വിചാരിക്കുന്നത് എങ്ങനെയിരിക്കും? ഞാൻ കഴിക്കുന്ന അന്നം എൻ്റെ കൈക്ക് മാത്രം കിട്ടണം, ഇടത് കൈക്ക് മാത്രം കിട്ടണമെന്ന് പറഞ്ഞാൽ പിന്നെ ആ ശരീരം ഉപയോഗത്തിൽ വരുന്നതാണോ? അല്ല. പിന്നെങ്ങനെയാണോ? അത് തുല്യമായിട്ട് വേണ്ട രീതിയിൽ അത് ശരീരം തന്നെ വിന്യസിച്ചു കൊള്ളും, അല്ലേ? പക്ഷേ സ്വാർത്ഥപരമായിട്ട് അങ്ങനെ ചിന്തിച്ചാൽ ശരീരം ഉപയോഗശൂന്യമായി ഭവിക്കും. ഇതുപോലെ പ്രപഞ്ചം തന്നെ ശരീരമാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും തൻ്റെ തന്നെ ശരീരത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ട്, അല്ലേ? തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും, തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും, അന്നേത് ശോകം ഏത് മോഹം ഏകത്വദൃക്കിന്, ഏകത്വദൃക്കിന് ആ ഏകമായിരിക്കുന്ന ചൈതന്യത്തെ ദർശിക്കുന്നവന് ശോകമോഹാദികളില്ലാതെ അന്യമായി അനുഭവമില്ലാതെ അനന്യ അനുഭൂതിയിൽ വിരാജിക്കും. അവർ സ്വാർത്ഥതയില്ലാത്തവരാണ് ഒരു കൂട്ടർ. രണ്ടാമത്തെ കൂട്ടർ തനിക്കും അന്യനും പ്രയോജനപ്പെടുന്ന രീതിയിൽ ജീവിക്കും. എന്താണ്? അന്യനും തൻ്റെ സുഖത്തിനും സ്വല്പം വിനിയോഗിക്കും, അന്യനും വിനിയോഗിക്കും. മൂന്നാമത്തെ കൂട്ടരാകട്ടെ തനിക്കും അന്യനും പ്രയോജനപ്പെടാത്ത രീതിയിൽ ജീവിക്കും. തനിക്കും പ്രയോജനപ്പെടില്ല, അന്യനും പ്രയോജനപ്പെടില്ല. ചിലരൊക്കെ പൈസ കൂട്ടി വയ്ക്കും, തനിക്ക് വേണ്ടി വിനിയോഗിക്കത്തില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും വിനിയോഗിക്കത്തില്ല. നാലാമത്തെ കൂട്ടർ ഇത് മുഴുവൻ ദുർവിനിയോഗം ചെയ്ത് ഒരു തരത്തിലും ആർക്കും പ്രയോജനത്തെ നൽകാതെ തനിക്കും വിപത്തിനെ സൃഷ്ടിച്ച് ദ്രോഹം ചെയ്യുന്ന നിന്ദ്യ പുരുഷന്മാരായി. എങ്ങനെ? ദ്രോഹത്തെ ചെയ്യുന്ന നിന്ദ്യ പുരുഷന്മാരായി ചെയ്യും. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, തനിക്കും മറ്റുള്ളവർക്കും വേണ്ടി ജീവിക്കുന്നവർ, മറ്റുള്ളവർക്കും തനിക്കും ദുരിതത്തെ ചെയ്യുന്നവർ നാലാമത്തെ കൂട്ടരാകട്ടെ പിന്നെയോ എല്ലാ തരത്തിലും ദ്രോഹത്തെ ചെയ്യുന്നവർ. അപ്പൊ ഇനി ഏത് ഗണത്തിൽ എങ്ങനെ സേവയും
എങ്ങനെ സഹായവും സ്നേഹവും ചെയ്യുന്നവരാണ് നാം എന്ന് നോക്കണം. ഇങ്ങനെ കൂട്ടിവെച്ചാൽ 10 മിനിറ്റേ ഉള്ളൂ, അല്ല 11:30 വരെ. ഇങ്ങനെ കൂട്ടിവെച്ചാല് അത് ലുപ്തന്റെ ധനം അപഹരിക്കപ്പെടും എന്ന് തേനീച്ച കൂട്ടിവെച്ച ധനം അപഹരിച്ചു കൊണ്ടുപോകുന്ന ആള്, തേൻ ശേഖരിച്ചു കൊണ്ടുപോകുന്നവൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 15ാമത്തെ ഗുരു എന്ന് പറയുന്നത് മാനാണ്. മാനിനെ എങ്ങനെയാണ് പിടിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാനിനെ പണ്ട് കാലത്തൊക്കെ മാനിനെ എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്? പിടിക്കുന്ന വേടൻ 4 പാടും വല വിരിക്കും. 4 പാടും വല വിരിച്ചതിന് ശേഷം മറഞ്ഞിരുന്ന് സംഗീതം പുറപ്പെടുവിക്കും, പാട്ട് കേൾക്കും. അപ്പൊ പാട്ടിൽ ആമഗ്നമാകുന്ന മാൻ അതിൽ ഭ്രമിച്ച് ഓടി വന്ന് ഈ വലയ്ക്കുള്ളിൽ അകപ്പെട്ട് കഴിയും. മാനിനെ പിടിക്കുന്ന വേടൻ അതിനെ ഭക്ഷണമാക്കുകയും ചെയ്യും. എന്നാൽ ആത്മധ്യാന നിരതമായിരിക്കുന്ന യോഗി ഒരു തരത്തിലും നൃത്തത്തിലോ വാദ്യത്തിലോ തൻ്റെ മനസ്സിനെ വിചലിതമാക്കുന്ന കാര്യങ്ങളിലോ പോയേക്കരുത്. ആത്മാവ് സത്യമെന്നറിയുന്ന വിവേകി അധമ വികാരങ്ങളെ ജനിപ്പിക്കുന്ന വിഷയങ്ങളിലേക്ക് പോയാൽ അവന്റെ ജീവിതം എല്ലാ തരത്തിലും അധപതനത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് മാനിന്റെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. മാൻ ചെറിയ സംഗീത ആസ്വാദനത്തിലേക്ക് പോയപ്പോൾ മാനിന് എന്ത് സംഭവിച്ചു? വേടന്റെ വലയിൽ അകപ്പെട്ടു പോയി. വേടന്റെ വലയിൽ അകപ്പെട്ടു പോകുന്നത് പോലെ ആത്മധ്യാന നിരതമായ ജീവിതം നയിക്കേണ്ട വിവേകി, അങ്ങനെയുള്ള വിവേകി നൃത്തവാദ്യാദികളിലേക്ക് ശ്രദ്ധ പോയി അതിൽ ആകൃഷ്ടമായി ജീവിതം നയിക്കുമെങ്കിൽ എങ്ങനെ ഗോവണിപ്പടിയുടെ മുകളിലത്തെ പടിയിലിരിക്കുന്ന ഒരു പന്ത് താഴെ കുരുണ്ടു വീഴുമോ അതുപോലെ ഒരു പടിയിൽ നിന്നും താഴേക്ക് പൊടുന്നന വരുന്നത് പോലെ ആത്മധ്യാനി ആയിരിക്കുന്ന ആ സാധകൻ വിഷയങ്ങളിലേക്ക് നിപതിക്കും. അങ്ങനെ നിപതിക്കാൻ തന്നെ അനുവദിച്ചു കൊടുക്കരുത്. പിന്നെ എങ്ങനെ പോകണം? താൻ ആത്മാവിൽ തന്നെ ശ്രദ്ധ നിർത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് ഋഷ്യശൃംഗ മഹർഷി ഇതിനൊരു ദൃഷ്ടാന്തമാണ്. നിങ്ങൾക്ക് ആ കഥാസന്ദർഭം അറിയാം. 16ാമത്തെ ഗുരു എന്ന് പറയുന്നത് മത്സ്യമാണ്. മത്സ്യം ചൂണ്ടയിൽ കോർത്ത മാംസത്തെ ആഗ്രഹിച്ചുകൊണ്ട് നാവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അതിനെ ആഗ്രഹിക്കുമ്പോൾ അതിൽ കുരുങ്ങി സ്വന്തം ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് നാവിനെയാണ് മുന്നേ ജയിക്കേണ്ടത് എന്ന് മത്സ്യത്തിൽ നിന്നും പഠിച്ചു. ശങ്കര ഭഗവത്പാദർ ഇതിനൊരു വളരെ ഗംഭീരമായ ഉദാഹരണം പറയുന്നുണ്ട്. ശബ്ദാധിപി പഞ്ചഭിരേവ പഞ്ചപഞ്ചത്വമാഭു സുഗുണേന ബദ്ധ കുരംഗ മാതംഗ പതംഗ മീന ഭൃംഗ നര പഞ്ചഭിരഞ്ജിതക്കും. ശബ്ദാധിപി പഞ്ചഭിരേവ പഞ്ചപഞ്ചത്വമാഭു സ്വഗുണേന ബദ്ധ. കുരംഗം മാൻ ശബ്ദത്തിൽ ആകൃഷ്ടമായി സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുന്നത് പോലെ ആന സ്പർശസുഖത്തിൽ ആകൃഷ്ടമായി ആ ജീവനെ കൊപ്പത്തിൽ വീഴ്ത്തുന്നത് പോലെ, വാരിക്കുഴിയിൽ വീഴ്ത്തി അടിമയാക്കുന്നത് പോലെ, പതംഗം ഈയാം പാറ്റ അഗ്നിയിൽ ആകൃഷ്ടമായി അഗ്നിയിൽ മോഹാവേശത്താൽ ചെന്ന് നിപതിക്കുന്നത് പോലെ, മീൻ മത്സ്യം സ്വാദിനു വേണ്ടി ഇരയെ ആഗ്രഹിച്ചുകൊണ്ട് ചൂണ്ടയിൽ കോർക്കപ്പെട്ട കെണിയിൽ പതിച്ച് ശരീരത്തെ ത്യജിക്കുന്നത് പോലെ, കുരംഗ മാതംഗ പതംഗ മീന ഭൃംഗ വണ്ടിനെ കണ്ടിട്ടില്ലേ? താമരയ്ക്കുള്ളിൽ അകപ്പെട്ടു പോയ വണ്ട് അതിനകത്തിരുന്ന് അങ്ങ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കേവലം ഒരു
ഗന്ധത്തിൽ ആകൃഷ്ടമായി പോകുന്ന വണ്ട്. നമുക്കറിയാം വണ്ടിന്റെ കഴിവെന്താ? തടി പോലും തുളച്ചിറങ്ങാൻ കഴിവുള്ള വണ്ട് എന്താ ചെയ്യുന്നത്? താമരയ്ക്കുള്ളിൽ അകപ്പെട്ടു പോയാൽ അതിന് പുറത്തിറങ്ങാൻ കഴിയാതെ അതിൽ തന്നെ ഇരുന്ന് കഴിയുന്നത് പോലെയാണ് ഗൃഹസ്ഥാശ്രമത്തെ ആചാര്യ ഭഗവത് പാദർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗൃഹസ്ഥാശ്രമത്തിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് പോലും അവിടെ ഇരുന്നു കൊണ്ട് ഈ ശബ്ദാദി ഗുണങ്ങളെ അതിക്രമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിൽ ബദ്ധരാകാതെ, അതിൽ ആവേശഭരിതമായ ജീവിതം നയിച്ചുകൊണ്ട് മനുഷ്യജന്മത്തെ നഷ്ടമാക്കാതെ ആത്മധ്യാന നിരതമായി ജീവിതം നയിച്ച് ശ്രേഷ്ഠതരമാക്കി തീർക്കാം, അല്ലേ? ഇനി ഒരു കാര്യം ആചാര്യ ഭഗവത് പാദർ ചോദിക്കുന്നത് എന്താ? ശബ്ദാദിപി പഞ്ചഭിരേവ പഞ്ചത്വമാവു സ്വഗുണേന ബദ്ധ കുരംഗ മാതംഗ പതംഗ മീന ഭൃംഗ നര പഞ്ചഭിരഞ്ചിതക്കും. ഒരു വിഷയത്തില് ആവേശിക്കപ്പെട്ട ആകൃഷ്ടമായ ജീവിയുടെ കഥ ഇതാണെങ്കിൽ 5 വിഷയത്തിലും ആകൃഷ്ടമായ മനുഷ്യന്റെ കഥ, എല്ലാവരുടെയും മുഖത്തെ ആ മന്ദസ്മിതം കാണാൻ നല്ല മനോഹാരിതയുണ്ട്, അല്ലേ? 5 വിഷയത്തിലും ആകൃഷ്ടനാണ് മനുഷ്യൻ. അപ്പൊ അങ്ങനെ ആകൃഷ്ടനായിരിക്കുന്ന മനുഷ്യന്റെ കഥ എന്താണ് എന്ന് ആചാര്യൻ ചോദിക്കുകയാണ്. 17ാമത്തെ ഗുരു പിങ്കളയുടെ കഥ ഞാനിവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം പിങ്കളയുടെ കഥ, അല്ലേ? ആ കഥയിൽ സാരത്തെ ഒന്ന് ഓർത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കഥയുടെ സാരം, പിങ്കള മിഥിലാപുരത്തിലെ ഒരു വേശ്യാസ്ത്രീയാണ്. ആ വേശ്യാസ്ത്രീ ഉപജീവനം നടത്താൻ വേണ്ടി, ധന ആഗമനത്തിന് വേണ്ടി പരപുരുഷന്മാരെ കാത്തിരുന്നു. അവരെ രസിപ്പിച്ച്, അവരെ രമിപ്പിച്ച്, അവരിൽ നിന്നും ധനം സമ്പാദിച്ച് ജീവിത ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന, ജീവിത മാർഗം കണ്ടെത്തിയിരുന്ന അവൾക്ക് ഒരു ദിവസം താൻ ആഗ്രഹിച്ച പുരുഷൻ വരുന്നില്ലല്ലോ എന്ന് കണ്ടപ്പോൾ അവൾക്കുള്ളില് വല്ലാത്ത വിഷമം. അങ്ങനെ വാതിൽപ്പടിയിലേക്ക് ചെന്ന് നോക്കും, ആളെത്തുന്നുണ്ടോ? എത്തുന്നില്ല. വീണ്ടും അകത്തേക്ക് പോകും. അങ്ങനെ കാത്തിരുന്ന് അവൾ പുറത്തേക്ക് വീണ്ടും പോയി എത്തി നോക്കും, അകത്തേക്ക് വരും. തുണ്ട വരളുന്നു, ഉള്ളില് ദുഃഖം സഹിക്കാൻ വയ്യ. എന്ത് ചെയ്യാം? ഞാൻ ആഗ്രഹിച്ച ആള് വന്നില്ലല്ലോ എന്നുള്ള ചിന്ത. അവൾ അങ്ങനെ ഒറ്റയ്ക്ക് പോയിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. ദൈവമേ, ഈ ദേഹത്തില് ഞാൻ ഇങ്ങനെ രസിച്ചും രമിച്ചും ജീവിക്കുകയാണല്ലോ, എന്ത് ചെയ്യാം? ഈ ദേഹത്തിലുള്ള എൻ്റെ ആ ഒരു ശ്രദ്ധ ഇനിയും ഇങ്ങനെ തുടർന്നാല് കാര്യമാകില്ല. എൻ്റെ ദുഃഖത്തിന് കാരണം ആ വരാൻ പോകുന്ന വ്യക്തിയിൽ നിന്നും സുഖം ലഭിക്കും എന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ടാണല്ലോ ഈ അസ്ഥി, മജ്ജ, മലം, മൂത്രം, രക്തം ഇത്യാദികളുടെ സംഘാതമായി തൊലി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ഈ മാംസപിണ്ഡത്തെ സുഖത്തിന് നിദാനമായിരിക്കുന്ന വസ്തുവാണെന്ന് വിചാരിച്ച് ഞാൻ ഇതിൽ ആകൃഷ്ടമായി പോയല്ലോ. ദൈവമേ, കേൾക്കുന്നുണ്ടോ? ദൈവമേ എന്ന് ഒറ്റയ്ക്കിരുന്നങ്ങോട്ട് ചിന്തിച്ച്, ഏയ് വേണ്ട, സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ. എന്ത് കഷ്ടമാണ്! നശിക്കാത്തവനായി ഹൃദയത്തിൽ സദാ എന്നെ രമിപ്പിക്കുന്ന ആ തൃപ്തസ്വരൂപമായി രതിപ്രദം നിരന്തരാനന്ദത്തെ, അനശ്വരാനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ആ മൗനത്തിൻ്റെ നികേതം, ആനന്ദത്തിന്റെ വിശാലത ഹൃദയത്തിൽ നിറഞ്ഞിരിക്കേ ഇതൊന്നും തിരിച്ചറിയാതെ ദൈവമേ, ഞാൻ ഈ നിസാരമായിരിക്കുന്ന മാംസപിണ്ഡത്തിൽ സുഖം കണ്ടെത്തുകയോ? അങ്ങനെ പിങ്കള പഠിപ്പിച്ച പാഠം ഇത് തുച്ഛമാണ്. ഏത്?
മാംസദുഃഖം നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗാമോഹാവേശം ഏതന്മാസവസാദി വികാരം മനസ്സി വിചിന്തയ വാരം വാരം. വീണ്ടും വീണ്ടും ചിന്തിക്കൂ. ഇത്ര സ്നേഹത്തോടു കൂടി സത്യദർശികൾ നമ്മളെ വിളിക്കുകയാണ്. എൻ്റെ കുഞ്ഞെ മൂഢമതേ അല്ലേ? വാത്സല്യമുള്ളവര്, അടുപ്പമുള്ളവര്, പ്രിയമുള്ളവര് മാത്രമേ ഇങ്ങനെയൊക്കെ ഭാഷ ഉപയോഗിക്കൂ. ഹേ മൂഢമതേ, ഗോവിന്ദം ഭജ, ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദം ഭജ. കാരണം എന്തെന്നറിയുമോ? നീ നിന്റെ ഉള്ളിലിരിക്കുന്ന ആനന്ദ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ അറിയാതെ അസ്ഥിയും മജ്ജയും മലവും മൂത്രവും ഒക്കെ നവദ്വാരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്ന ഈ നികൃഷ്ടമായ നിന്ദ്യമായിരിക്കുന്ന സ്ഥൂല വപുസിനെ സത്യമെന്ന് വിചാരിച്ച്, നിത്യമെന്ന് വിചാരിച്ച്, സുഖതമെന്ന് വിചാരിച്ച്, അത് താനെന്ന് വിചാരിച്ച് ആണോ ഈ ശരീരം ഞാനാണെന്നാ വിചാരിക്കുന്നത്? അതിൽ സുഖം വരുന്നെന്നാ വിചാരിക്കുന്നത്? ജീവിതം നഷ്ടമാക്കരുത്. തൊട്ടു മുമ്പ് പറഞ്ഞ മരണാനന്തര ഗതിയൊക്കെ ഒന്ന് ഓർത്തു പോകണം. ശാസ്ത്രങ്ങൾ കേവലം പഠിച്ചിട്ട് കാര്യമില്ല, അനുധ്യാനം ചെയ്ത് സ്വജീവിതത്തിൽ പ്രായോഗികമാക്കണം. ഇതാർക്കും അനുഭവിക്കാം. അന്തരാത്മാവായിരിക്കുന്ന ആത്മചേതനയുടെ അനുഗ്രഹം ഏവർക്കും നിതരാമുണ്ട്. അന്തരാത്മാവ് തന്നെ ഗുരുവായിട്ട് മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഒരു വിവേകിയെ സംബന്ധിച്ച്, ഒരു വൈരാഗ്യയെ സംബന്ധിച്ച്. അങ്ങനെ ഈ മഹത്തായ സത്യത്തെ അറിഞ്ഞുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കണം. ദൈവമേ, രുധിരാസ്തി മാംസത്താൽ പരിതാപദുർഗന്ധ പുരിയെ സംരക്ഷിക്കുന്നു. രുധിരാസ്തി മാംസത്താൽ പരിതാപദുർഗന്ധ പുരിയെ സംരക്ഷിക്കുന്നു. പുരിവാതിൽ പുറമെല്ലാം പരിപാവനമാക്കുന്നു. പുരിനാഥനെ അറിയുന്നില്ല. പുരിവാതിൽ പുറമെല്ലാം പരിപാവനമാക്കുന്നു. പുരിനാഥനെ അറിയുന്നില്ല. പുരിനാഥനെ അറിയുന്നില്ല. കഷ്ടം. ഈ ശരീരത്തിൽ നിന്ന് വാക്ക് നിർഗളിക്കുന്നതിന് കാരണമെന്ത്? ഈ ശരീരത്തിലിരുന്ന് പ്രാണൻ ചേഷ്ടിക്കുന്നതിന് കാരണമെന്ത്? കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണ പ്രഥമ പ്രൈതിയുക്തഃ കേനേഷിതാം വാചമിമാം വദന്തി. ഈ വാക്കുകൾ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? നമ്മൾ വിചാരിക്കുന്നത്, നിങ്ങളും വിചാരിക്കും ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത് കൊണ്ടാണെന്ന്. അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങളിരുന്ന് കേൾക്കുന്നത് നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണെന്ന് അല്ല. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, യത് ശ്രോത്രേണ ന ശൃണോതി, അല്ലേ? ചക്ഷുഷാ ന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി. നേദം യദിദം ഉപാസത, ഇത് എന്ന് പറഞ്ഞ് ഉപാസിക്കുന്നതൊന്നും ബ്രഹ്മമല്ല. അതുകൊണ്ട് ഇത്രയും നേരം ശ്രവണം ചെയ്തുകൊണ്ടിരുന്ന ഓരോരുത്തരോടും ഹൃദയംഗമമായ സ്നേഹത്തോടുകൂടി പ്രണാമത്തോടുകൂടി ഒരു കാര്യം പറയട്ടെ. ശങ്കര ഭഗവത്പാദർ പറയുന്നു, സത്യദർശികൾ പറയുന്നു, സ്വന്തമായിട്ടൊന്നും പറയാനില്ല, ഇത് പരമമായ സത്യമാണ്. ആയുർനശ്യതി പശ്യതാം പ്രതിദിനം യാദക്ഷയം യൗവനം, അല്ലേ? ആയുർനശ്യതി, ഈ പോയ നിമിഷം തിരിച്ചു വരുമോ? ആയുസ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ മരണം വരുമെന്ന് അറിയില്ല. പ്രതിദിനം യൗവനം യാതി, ഓരോ ദിവസവും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാ യൗവനം. പ്രതിദിനം യാതിക്ഷയം യൗവനം പ്രത്യായാന്തി ഗതാ പുനർന ദിവസ കാലോ ജഗത് ഭക്ഷക. പോയ ദിവസം ഒരെണ്ണം പോലും തിരിച്ചു വരില്ല. തിരിച്ചു വരുവോ? 1000 കുതിരകൾ ഒരുമിച്ച് പിടിച്ചാലും ഈ പോയ ദിവസം ഒന്നും തിരിച്ചു വരില്ല. പിന്നെയോ ലക്ഷ്മി സ്തോയ തരംഗ ഭംഗ ചപല വിദ്യുച്ഛലം ജീവിതം തസ്മാത് മാം ശരണദ ത്വം രക്ഷ രക്ഷാധുന. അല്ലയോ ഭഗവാനെ,
ഐശ്വര്യം ക്ഷണികമാണ്, നിശ്ചലമാണ്. ജീവിതം കുറച്ചു സമയത്തേക്കേ ഉള്ളൂ. ഇനിയും അരനിമിഷം ബത കളയരുതാരും. ഭഗവാനെ പഠിപ്പിക്കാനല്ല, കേട്ട് പഠിച്ച് ആവർത്തിച്ച് പറയാനല്ല, പിന്നെയോ അരനിമിഷം പോലും കളയാതെ ഈ സത്യത്തെ മനസ്സിലാക്കുക. പരമസുഖം തരുന്ന പരമബന്ധു ആരാണ്? ഭഗവാൻ എവിടെയിരിക്കുന്നു? നാം തന്നെയാണ്, അന്തരാത്മാവാണ്, ആശയില്ലായ്മയാണ്. ആശയടർത്തി നിരാശയിൽ വാഴും പാശവിമുക്തർക്കറിവാകും എന്ന് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അജഗരാദി 9 ഗുരുക്കന്മാരെ കൂടി കണ്ടു. 18ാമത്തെ ഗുരു കുരരപ്പക്ഷിയാണ്. കഴുകനെ പോലെയുള്ള പക്ഷി മാംസം പരിഗ്രഹിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെ ആഗ്രഹിച്ച മറ്റ് പക്ഷികൾ അതിനെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ ആ കുരരം ആ മാംസഖണ്ഡം ഉപേക്ഷിച്ചു. എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ വരാവുന്ന വിപത്തിനെ പറ്റിയാണ് പറയുന്നത്. ഒന്നുമില്ലാത്തതിൻ്റെ ഒരു സുഖം ഗംഭീരമാണ്. വിഷയ ഉപഭോഗത്തിന് വേണ്ടി സ്വീകരിക്കുന്നത് എന്തും ദുഃഖം തരും. എന്താ അവിടെ നിന്ന് പഠിക്കേണ്ടത്? വിഷയങ്ങളുടെ ഉപഭോഗത്തിന് വേണ്ടി സ്വീകരിക്കുന്നത് എന്തും ദുഃഖം തരും എന്ന് പഠിക്കണം. 19ാമത്തെ ഗുരു ബാലൻ. കൊച്ചുകുട്ടികള്, നമുക്ക് കൊച്ചുകുട്ടികളെ പോലെ ജീവിക്കാം. എന്ത് രസാന്നറിയോ? അവർക്ക് മാനാപമാനങ്ങളില്ല. എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്നില്ല, ഇതെന്റേതാണ് അതെന്റേതാണെന്നില്ല. കുട്ടിയുടെ കഴുത്തിലൊരു സ്വർണ്ണമാല ഇട്ട് കൊടുക്കൂ, അങ്ങനെ അതിന് പ്രത്യേകിച്ച് സ്വർണ്ണമാലയെന്നോ ആര് ചോദിച്ചാലും ഊരിക്കൊടുക്കും, അല്ലേ? അപ്പൊ എന്റേതെന്ന ഭാവമില്ല. അവര് പിന്നെ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് ചോദിച്ചാല് വായുക്കൾ പോലെ, എങ്ങനെ? വായുക്കൾ പോലെ വളരുന്ന ശിശുക്കൾ പോലെ. ആത്മയോഗികൾ അങ്ങനെയാ ജീവിക്കുന്നത്. വായുക്കൾ പോലെ വളരുന്ന ശിശുക്കൾ പോലെ, പേയെന്ന പോലെ പടുപാമരനെന്ന പോലെ, മായങ്ങളറ്റ് മതിയറ്റ അഭിമാനമറ്റ് ഒരായാസമറ്റിഹ നടന്നിടും ആത്മയോഗി. നല്ല രസാ. കൊച്ചു കുട്ടികളെ പോലെ ജീവിച്ചാൽ മതി. എന്റേതാണെന്ന് വിചാരിക്കാനുള്ള ഭാരമൊന്നുമില്ല. വായു എല്ലാത്തിനോടും ചേർന്നിരിക്കുന്ന പോലെ തോന്നും, ഒന്നിനോടും ചേരില്ല. വളരുന്ന ശിശുക്കൾ പോലെ, പേയെന്ന പോലെ, പടുപാമരൻ എന്ന പോലെ, ചിലപ്പോഴാണ് ഒന്നും അറിയാത്തവനെ പോലെ, മഹാവിഡ്ഢിയെ പോലെ. ഒരു മായാഭാവങ്ങളിലും ബദ്ധനാകാതെ മതിയേറ്റ അഭിമാനമറ്റ് ഒരായാസമറ്റിഹ നടന്നിടും ആത്മയോഗി. ഒരു ബാലനെ പോലെ ജീവിക്കാം. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, ഒരു കൊച്ചു കുട്ടിയുടെ കഴുത്തിലൊരു മാല ഇട്ട് കൊടുത്താൽ ആ കുട്ടി അത് സ്വർണ്ണമാലയാണെന്ന് തിരിച്ചറിയാത്തതുപോലെ ഗുരുദേവൻ അങ്ങനെ ചെയ്തിരുന്നു. രാമകൃഷ്ണ പരമഹംസര് ടാക്ക മാട്ടി മാട്ടി ടാക്ക എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഒരു കയ്യില് സ്വർണം, മറ്റേ കയ്യില് മണ്ണ്, ഇത് രണ്ടും ഒന്നാണെന്ന് കാണിച്ചുകൊണ്ട് രണ്ടും ഗംഗയിലേക്ക് വലിച്ചെറിഞ്ഞ് തുല്യഭാവത്തോട് കാണുന്ന സമലോഷ്ടാശ്മ കാഞ്ചന ബുദ്ധി മഹത്തുക്കൾക്ക് വന്ന് ഭവിക്കും. അപ്പൊ ബാലനീന്ന് ഒരു പാഠം പഠിക്കണം. കൊച്ചുകുട്ടികൾ താഴെ വീണാല് അവർ പെട്ടെന്ന് അടി എഴുന്നേക്കും. അഹന്ത ഇല്ലാത്തതുകൊണ്ടാണ്, അവരുടെ ഒരു ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. നമുക്കൊക്കെ അഹന്ത ഉള്ളത് കൊണ്ട് നാലുപാട് നോക്കും, ആരെങ്കിലും ഒക്കെ കണ്ടോ എന്ന്, അല്ലേ? അങ്ങനെ നോക്കാതെ യാതൊരു ഭാവവും ഇല്ലാത്ത ഒരു ബാലഭാവം. ഓ, ഇപ്പോഴൊന്നും പറ്റില്ല മാതാജി, അത് ഞങ്ങൾ വലുതായി പോയില്ലേ. ഇപ്പോഴും നമുക്ക് പറ്റും. നമ്മളുടെ ഉള്ളിൽ ബാലഭാവം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ സാധ്യമാണ് എന്നർത്ഥം. പിന്നെ അടുത്ത ഗുരുവാണ് കുമാരി. കുമാരിയിൽ നിന്ന് പഠിച്ചതും നിങ്ങൾ പലതവണ കേട്ടിട്ടുള്ളതായിരിക്കും. ഒരു വീട്ടിലൊരു കന്യക ഉണ്ടായിരുന്നു. ആ കന്യകയുടെ കല്യാണ കാര്യത്തിന് വേണ്ടി ചെറുക്കന്റെ ഗൃഹത്തിൽ നിന്നും എത്തിയപ്പോൾ അവിടെ സത്കരിക്കുന്നതിന് വേണ്ടി വേണ്ട അരിയോ മറ്റ് ധാന്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പം അവരറിയാതെ തന്നെ ബുദ്ധിമതിയായ സത്പുത്രി വിചാരിച്ചു, എങ്ങനെയാണ് ഇവർക്ക് നെല്ല് കുത്തി സത്കരിക്കുക, അരി ഉണ്ടാക്കണമല്ലോ. അവരങ്ങനെ സത്കരിക്കാനായിട്ട് അവൾ പോകാൻ വേണ്ടി നോക്കിയപ്പോൾ അവളുടെ കയ്യിൽ കിടന്ന കുപ്പിവള ശബ്ദമുണ്ടാക്കി. അവളപ്പോൾ ശബ്ദമുണ്ടാക്കിയപ്പോൾ കുപ്പിവള മുഴുവൻ ഊരി മാറ്റി 2 എണ്ണം മാത്രം ഇട്ടു. അപ്പൊ 2 എണ്ണം ഇട്ടപ്പോഴും
സൗണ്ട് കേൾക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവള് സൗണ്ട് കേൾക്കാതിരിക്കാൻ ഒരു വളം മാത്രം ഇട്ടുകൊണ്ട് ആ നെല്ല് കുത്ത് തുടർന്നു. ഇതിൽ നിന്ന് അവള് നമ്മളെ പഠിപ്പിച്ച പാഠം എന്ത് എന്ന് ചോദിച്ചാല്, ആൾക്കൂട്ടം ഉണ്ടായ കലഹം ഉണ്ടാകും. ആൾക്കൂട്ടം ഉണ്ടായ കലഹം ഉണ്ടാകും. എവിടെ ആൾക്കൂട്ടം ഉണ്ടായാലും അവിടെ നമുക്ക് ആത്മധ്യാനം സാധ്യമല്ല. അതുകൊണ്ടാണ് ആത്മധ്യാന നിരതരായിട്ടുള്ളവർ ആൾക്കൂട്ടത്തെ ഉണ്ടാക്കില്ല. ഏകാന്തേ സുഖമാസ്യതാം, അവര് വിവിക്തദേശവാസികളായിരിക്കും, ഏകാന്തത്തിൽ സുഖം അനുഭവിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നറിയോ? എല്ലാരും ഉള്ളോരിടത്തിരുന്ന് ആരുമില്ലാത്തവനായിടേണം. എല്ലാരും ഉള്ളോരിടത്തിരുന്ന് ആരുമല്ലാത്തവനായിടേണം. എൻ്റെ ഗുരുനാഥന്റെ വരിയാണ്. എല്ലാരും ഉള്ളോരിടത്തിരുന്ന്, എല്ലാരും ഉള്ളോരിടത്തിരുന്നോളൂ, നോ പ്രോബ്ലം, പ്രശ്നമൊന്നുമില്ല. ബട്ട് യു ഹാവ് ടു ബി അലോൺ ഫ്രം വിതിൻ. ആ അന്തരംഗത്തില് ആ ആത്മചൈതന്യത്തിന്റെ വ്യാപകത്വത്തിൽ അഭിരമിച്ചുകൊണ്ട് അഭേദമായി വിരാജിക്കാൻ കഴിയണം. അങ്ങനെ ഏകാന്തതയാണ് ശ്രേഷ്ഠം. എവിടെ ഇരുന്നാലും ഉള്ളിൽ ആ മൗനത്തെ, ആ നിശബ്ദതയെ, ആ നിശ്ചലതയെ അന്തർദൃഷ്ടി കൊണ്ട് വീക്ഷിക്കാൻ കഴിയുന്നവനാണ് ശ്രേഷ്ഠൻ. നിങ്ങൾ അമ്മമാരൊക്കെ ഗൃഹത്തിൽ അതുപോലെ വിരാജിക്കണം, അല്ലേ? അങ്ങനെ തന്നെയാണ് വിരാജിക്കേണ്ടത്. അമ്മമാര് ഗൃഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് ചോദിച്ചാല് ഒരു ദീപസ്തംഭം പോലെ ജീവിക്കണം. കൂടുതലൊന്നും സംസാരിക്കണ്ട. ദീപസ്തംഭം സംസാരിക്കാതെയാണ് എല്ലാവർക്കും മാർഗദർശനം നൽകുന്നത്, അല്ലേ? സംസാരിച്ചുകൊണ്ടാണോ? സംസാരിക്കാതെ ദീപസ്തംഭം എങ്ങനെ പ്രകാശം കൊണ്ട് വെളിച്ചം കൊണ്ട് വഴികാട്ടി കൊടുക്കുമോ അതുപോലെ വലുതായിട്ടൊന്നും സംസാരിക്കാതെ ഒരു ഗൃഹത്തില് നല്ല ക്ഷമയോടുകൂടി മാർഗദർശനം നൽകാൻ കഴിയണം. പിന്നെ അടുത്ത ഗുരുവാണ് കൊല്ലൻ. കൊല്ലൻ ശരമുണ്ടാക്കുന്നവൻ, ആ ബാണം ഉണ്ടാക്കുന്നവൻ. ഏതൊന്നിലാണോ ശ്രദ്ധ നിർത്തുന്നത്, ശ്രദ്ധയെ അതിൽ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ ചുറ്റുപാട് ഉള്ളതൊന്നും അറിയില്ല. ബാണത്തിന്റെ മുന കൂർപ്പിക്കുന്നവനായിരുന്ന ആ ശരമുണ്ടാക്കുന്നവൻ അതിൽ തന്നെ ശ്രദ്ധ നിർത്തിയിരുന്നതിനാൽ രാജാവിന്റെ വാദ്യഘോഷാദികളും കൊട്ടും ആരവവും ഒക്കെ തൻ്റെ അടുത്തുകൂടി പോയിട്ടും അവനോട് ചെന്ന് ചോദിച്ചപ്പോൾ അവൻ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ശ്രദ്ധ ആത്മസംസ്ഥിതമാക്കി ഇരിക്കുന്നവന് പുറമേയുള്ള കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധ പോകില്ല. അവൻ ആത്മസംസ്ഥമായിട്ട് ജീവിക്കും. അതുകൊണ്ടാണ് ഗീതാകാരൻ പറഞ്ഞിരിക്കുന്നത്, ആത്മസംസ്ഥം മനഃകൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. ആത്മാവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവൻ ഒരു ചിന്തയും വരില്ല. അത് സാധ്യമാകുമോ മാതാജി? ഇത് വ്യവഹരിക്കുന്ന വേളയില്, വ്യവഹാര വേളയിൽ ഇത് സാധ്യമാകുമോ? സാധ്യമാകും. ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ആ ഉദാഹരണം മറ്റൊന്നുമല്ല. എങ്ങനെയെന്ന് ചോദിച്ചാല്, അമ്മൻകുടം തുള്ളുന്നവര് ഒരു കുടത്തിന് മുകളിൽ മറ്റൊരു കുടം, മറ്റൊരു കുടം, ഇങ്ങനെ ഒരു 5-6 കുടം മുകളിലേക്ക് അടുക്കി വെച്ചിട്ട് നല്ല നൃത്ത ചുവടുകൾ വെക്കുന്ന ഒരു നർത്തകി തൻ്റെ ശ്രദ്ധ മുഴുവൻ ആ കുടങ്ങൾ താഴേക്ക് വീഴാതിരിക്കുന്നതിന് ശ്രദ്ധ വയ്ക്കില്ലേ? വയ്ക്കും. അതുപോലെ നിങ്ങൾ ഈ സാംസാരിക ലോകത്ത് വ്യവഹരിക്കുമ്പോൾ ആത്മസംസ്ഥമായിട്ട് വേണം വ്യവഹരിക്കാൻ. ശ്രദ്ധ ബഹിർ വിഷയങ്ങളിലേക്ക് പോകരുത്. അതുപോലെ അവലിടിക്കുന്ന സ്ത്രീ, അവള് ഒലക്കയിട്ട് അവലിടിക്കും. അതേ സമയത്ത് തന്നെ ഇടത് കൈകൊണ്ട് അത് നീക്കിയിട്ടുകൊണ്ടിരിക്കും പുറത്തേക്ക് പോകാതിരിക്കാൻ. അതേ സമയത്ത് തന്നെ അവളുടെ കയ്യിൽ ഒലക്ക വീഴരുത് എന്നും അവള് ശ്രദ്ധിക്കും, അല്ലേ? അങ്ങനെ അനേക ഉദാഹരണങ്ങള് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞിട്ടുണ്ട്. ഗ്രാമത്തിലുള്ള ഒരു ജോലിക്കാരി പട്ടണത്തിലെത്തി അവിടുത്തെ കുഞ്ഞിനെ ഒരുക്കിക്കൊണ്ട് കുഞ്ഞിനോട് പറയും, എൻ്റെ പൊന്നോമനയല്ലേ, എൻ്റെ മുത്തല്ലേ, എൻ്റെ കണ്ണനല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിനെ പൊട്ടുതൊടിയിക്കും, ഉടുപ്പിടിയിക്കും. പക്ഷെ അവളുടെ ശ്രദ്ധ എവിടെയാ? അങ്ങ് ഗ്രാമത്തിലുള്ള സ്വന്തം കുഞ്ഞിലാ, അല്ലേ? സ്വന്തം കുഞ്ഞില് മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് എങ്ങനെ
പട്ടണത്തിലുള്ള ധനികന്റെ കുഞ്ഞിനെ ഒരുക്കുമോ അതുപോലെ നമ്മൾ ഇഹലോകത്ത് വ്യവഹരിക്കുമ്പോൾ സർവശ്രദ്ധയും സർവത്ര പൂർണ്ണമായിരിക്കുന്ന അരൂപവും അശബ്ദവും ആദ്യന്തരഹിതവുമായിരിക്കുന്ന ബോധ ചൈതന്യത്തിൽ തന്നെ നിർത്തിയിരിക്കണം. പറ്റും. എല്ലാം ഇതെങ്ങനെ സാധിക്കുക? അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ചഗൃഹ്യതേ. വിരാഗത വരണം. ഇഹലോക സൗഖ്യത്തിൽ വിരാഗത വന്നിട്ട് അഭ്യസിക്കണം. അതിനുള്ള പല പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. The role of deliberate practice of elite performance എന്ന ഡോക്ടർ ആൻഡേഴ്സന്റെ ഒരു സ്റ്റഡി ഉണ്ട്. വളരെ വിദേശികളൊക്കെ ഇത് പഠനം നടത്തും. പക്ഷേ നമ്മളുടെ ഭാരതീയ ഋഷീശ്വരന്മാര് സതു ദീർഘകാല നൈരന്തര്യ സത്കാര ആസേവിതോ ദൃഢഭൂമി എന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഗീതാകാരൻ പറഞ്ഞിട്ടുണ്ട്, അഭ്യസിക്കൂ, നിനക്കിത് സാധ്യമാകും അല്ലേ? അങ്ങനെ അതിനെ സാധ്യമാക്കാൻ കഴിയും. അടുത്തതെന്ന് പറയുന്നത് സർപ്പം. സർപ്പത്തെ കണ്ടിട്ടില്ലേ? സർപ്പം തനിക്ക് വേണ്ടി ഒരു സ്ഥാനം ഉണ്ടാക്കാറില്ല. അതിൽ പ്രത്യേകിച്ച് മമത്വമില്ല. യഥാർത്ഥത്തില് ആത്മയോഗി, ആത്മജ്ഞാനി, ആത്മധ്യാന നിരതനായിരിക്കുന്ന മഹാത്മാവ് പ്രത്യേകിച്ചൊരു സ്ഥാനം തനിക്ക് വേണ്ടി സങ്കല്പിക്കാറില്ല. അങ്ങനെ താമസിച്ചാൽ പോലും തൻ്റേതെന്നുള്ള ഒരു ഭാവം അവിടെ ഉണ്ടാവില്ല. തൻ്റേതെന്നൊരു ഭാവം ഉണ്ടാവുകയേയില്ല. മാത്രവുമല്ല, ഒറ്റയ്ക്കായിരിക്കും സഞ്ചരിക്കുന്നത്. കഴിവതും സർപ്പം ആരെങ്കിലും കൂട്ടുപിടിച്ച് നമുക്ക് രണ്ടുപേർ കൂടെ പോകാന്ന് പറഞ്ഞിട്ട് പോകുന്ന സർപ്പത്തെ ഉണ്ടോ? ഇല്ല, ഒറ്റയ്ക്കായിരിക്കും സഞ്ചരിക്കുന്നത്. അത് ഏകാന്ത സഞ്ചാരം. അത് എവിടെ കൂട്ടത്തിലിരുന്നാലും ഒറ്റയ്ക്ക് ഉള്ളിൽ സഞ്ചരിക്കും. അതാണ് ഏകാന്ത സഞ്ചാരം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയോ? അറിയാതെ രാഗദ്വേഷാദികളും അനാവശ്യ വിഷയവാസനകളും വന്നു ചേരും. ഒരു സന്യാസ ജീവിതം അഥവാ ആത്മധ്യാന പന്ഥാവ് എന്ന് പറയുന്നത് സ്വല്പം ക്ലേശകരമായതാണ്. അതുകൊണ്ട് ഋഷി അതിനെ പറയുന്നത് ക്ഷുരസ്യധാര നിശിതാതുരത്യ ദുർഗം പഥസ്തത് കവയോ വദന്തി. വാൽത്തലപ്പിന്റെ മേളില് കൂടെ നടക്കുന്നത് പോലെയാ. കാല് മുറിയേം ചെയ്യരുത്, നടക്കുകയും വേണം. അത്ര ശ്രദ്ധയുണ്ടായിരിക്കണം. വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആത്മവിസ്മരണം സംഭവിക്കാതെ രാഗദ്വേഷാദികൾ കടന്നുകൂടുന്നു എന്ന് ഒരു നിമിഷം പോലും വരാതെ, രാഗദ്വേഷാദികൾ വരരുത് അല്ലേ? കാമം ക്രോധാദികൾ വരരുത്. അത് ഒരു നിമിഷം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അതിന് കടക്കാൻ അവസരം നൽകാതെ ആത്മധ്യാന നിരതമായി ജീവിക്കുന്നതാണ് ഏത്? ആത്മാധ്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത്. സർപ്പത്തെ കഴിഞ്ഞിട്ട് ചിലന്തി നിങ്ങൾക്കറിയാം. ഊർണനാഭി എന്ന ഉദാഹരണം. ഊർണനാഭിയിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. ഊർണനാഭി അതിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ നൂലുണ്ടാക്കി അതിൽ തന്നെ വസിച്ചുകൊണ്ട് അതിൽ തന്നെ ഇരുന്നു കൊണ്ട് ഇരയെ തേടിയിട്ട് ആ ഇര തേടൽ അവസാനിക്കുമ്പോൾ തന്നിലേക്ക് തന്നെ ആ പശയെ തിരികെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെയാണ് ഈ പ്രപഞ്ച സൃഷ്ടി നടക്കുന്നത് എന്ന് സാരം. അതായത് ഉപാദാന കാരണവും നിമിത്ത കാരണവും. ഇപ്പൊ ഒരു കുടം ഉണ്ടാകുന്നുവെങ്കിൽ ആ കുടത്തിന്റെ ഉപാദാന കാരണം എന്ന് പറയുന്നത് എന്താണ്? മണ്ണ്. നിമിത്ത കാരണം എന്ന് പറയുന്നത് എന്താണ്? കൊശവൻ. ഇപ്പൊ ഉപാദാന കാരണവും നിമിത്ത കാരണവും ഈശ്വരനായിരിക്കുന്നത് പോലെ ഇവിടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടത്തുന്നത് ഈശ്വരനായിരിക്കുന്ന നമ്മൾ തന്നെയാണെന്ന് കൂടി നാം തിരിച്ചറിയണം. ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ ആസീദഗ്രേ അസദേവേദം ഭുവനം സ്വപ്നവത് പുനഃ സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വര. ഈ പരമേശ്വരന്റെ സങ്കല്പത്താലാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടക്കുന്നത്. അത് ഗഹനമായ ഒരു വിഷയമാണ്, അതിലേക്ക് കടക്കുന്നില്ല. ഒരു വ്യക്തിയിൽ എങ്ങനെ പ്രപഞ്ച സൃഷ്ടി നടക്കുന്നു എന്ന് ഊർണനാഭിയിൽ നിന്ന് കണ്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം.
എങ്ങനെയാണ് വ്യക്തി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്? നമ്മളുടെ ഓരോരുത്തരുടെയും സൃഷ്ടി എങ്ങനെ നടത്തുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ ചിന്ത കൊണ്ടാണ്, കൽപ്പന കൊണ്ടാണ് നമ്മൾ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്, അല്ലേ? നമ്മളുടെ ഭാവനയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ പ്രപഞ്ച സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന 1000 പേരുണ്ടെങ്കിൽ 1000 പേരുടെയും പ്രപഞ്ചം ഈ സത്രവേദിയിലെ അനുഭവം 1000 തരത്തിലായിരിക്കും. അവരവരുടെ ആന്തരിക വാസനയനുസരിച്ച്, ആന്തരിക ജ്ഞാനമനുസരിച്ച്, ആന്തരിക കൽപ്പന അനുസരിച്ച് ഓരോരുത്തരും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ? ആ സൃഷ്ടി അസ്തമിച്ചാൽ നിങ്ങൾക്ക് സൃഷ്ടിരഹിതമായിരിക്കുന്ന തത്വത്തെ അറിയാം. അതിൻ്റെ സൃഷ്ടി, സ്ഥിതി, ലയം തുടങ്ങിയ സകലതും എങ്ങനെ വ്യഷ്ടിയായിരിക്കുന്ന അവിദ്യയാൽ വ്യക്തിയിൽ നടക്കുന്നുവെന്നും സമഷ്ടിയായിരിക്കുന്ന മായയാൽ ഈശ്വരങ്കിൽ നിന്നും എങ്ങനെ ഉണ്ടാകുന്നുവെന്നും പറയുന്നു. ഊർണനാഭിയുടെ പാഠം വളരെ ഗഹനമാണ്. അതിലേക്ക് ഗഹനമായി കടക്കാൻ സമയമില്ല. പക്ഷെ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. സ്നേഹസ്വരൂപികളാണ് നിങ്ങൾ, ആത്മസ്വരൂപികളാണ്, യാതൊരു സംശയവുമില്ല, യാതൊരു സംശയവുമില്ല. ചിന്ത മാത്രമാണ് നിങ്ങളെ ഒരു ദേഹബുദ്ധിയിൽ കെട്ടിയിടുന്നത്. ഞാൻ ഈ മാംസപിണ്ഡമാണ് എന്ന് ചിന്തിക്കുന്നത് വഴി ദേഹോഹം ബുദ്ധി കൈക്കൊള്ളുന്നു. ഞാനും മറ്റ് ജീവന്മാരും ഉണ്ട് എന്ന് വിചാരിക്കുമ്പോൾ ജീവോഹം ബുദ്ധിയാകുന്നു. ഇത് രണ്ടും ഒഴിവാകുമ്പോൾ ആത്മോഹം ബുദ്ധി. ദേഹോഹമിത്യേവ ജഡസ്യ ബുദ്ധി ദേഹേജ ജീവേ വിദുഷസ്ത്വഹംസി വിവേക വിജ്ഞാനവതോ മഹാത്മനോ ബ്രഹ്മാഹമിത്യേവ മതി സദാത്മനി. അതുകൊണ്ട് എൻ്റെ ഗുരുനാഥൻ പൂർണ്ണാനുഭൂതി എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, കൽപ്പനയറ്റൊരു ചിത്പുരുഷൻ നീ, കൽപ്പനയറ്റൊരു ചിത്പുരുഷൻ നീ. കേൾക്കുന്നുണ്ടോ? കൽപ്പിക്കുമ്പോൾ അല്പജ്ഞൻ. എനിക്കൊരു കഴിവുമില്ല, ഞാൻ കൊള്ളാത്തവനാണ്, ഞാൻ ഇന്നാരാണ്, ഞാൻ മേഘയാണ്, ശോഭനയാണ്, കൃഷ്ണയാണ്, ലീനയാണ് തുടങ്ങി, അല്ലേ? കൽപ്പനയറ്റൊരു ചിത്പുരുഷൻ നീ, കൽപ്പിക്കുമ്പോൾ അല്പജ്ഞൻ, കൽപ്പിക്കുമ്പോൾ അല്പജ്ഞൻ. തത്പദസാരം അറിഞ്ഞ് വികൽപ്പം, തത്പദസാരം അറിഞ്ഞ്. തത്പദത്തിന്റെ സാരം അറിയണം. എന്താണ് തത്പദത്തിന്റെ സാരം? ത്വം തത് അസി, നീ തതാണ്, അതാണ്. അതെന്ന് പറഞ്ഞാൽ ഇതെന്നും അതെന്നും പറയാൻ കഴിയാത്ത അപരിമേയ സ്വരൂപം. ഇതെന്ന് പറയാൻ കഴിയുന്നതല്ല, അതെന്നും പറയാൻ കഴിയും. അപ്പൊ അതിന്റെ അർത്ഥം അതെന്നല്ല, ഇതെന്നും അതെന്നും പറയാൻ കഴിയാത്തതേതോ അതാണ് തത്. തത്പദസാരം അറിഞ്ഞു വികൽപ്പം നിൽപ്പില്ലെങ്കിൽ സർവജ്ഞൻ. അങ്ങനെ ഈ 24 ഗുരുക്കന്മാരുടെ ആ മഹത്തായ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാൻ സമയമുണ്ട് എന്ന് തോന്നുന്നു. പൃഥ്വി സർവം സഹയായി ക്ഷമാസ്വരൂപിണിയായി കുഴിച്ചാലും കീറി മുറിച്ചാലും എന്തൊക്കെ ചെയ്താലും എല്ലാറ്റിനും ഇടമരളിക്കൊണ്ട് വിരാജിക്കുന്ന ഭൂമിയെ പോലെ സർവം സഹയായി ക്ഷമാസ്വരൂപിണിയായി ജീവിക്കണം, അല്ലേ? ഭൂമിയെ പോലെ ജീവിക്കാം. വായുവിനെ പോലെ സംയമനം ചെയ്ത് അനന്തമായ ശക്തി കൊണ്ട് പ്രാണനെയും അപാനനെയും സമീകരിച്ച് ഊർധ്വമുഖമാക്കി അനന്തശക്തി വീര്യത്തെ ഊർധ്വഗമമാക്കി ആ ശക്തിയെ വിനിയോഗിക്കാം. വായുവിനെ സംയമനം ചെയ്താൽ നമുക്കറിയാം, ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട്, ടയറുണ്ട്, ഇതെല്ലാം വായുവിനെ അതിനകത്ത് സംയമനം ചെയ്തിട്ടുണ്ടാക്കുന്നതല്ലേ. അപ്പൊ വായുവിനെ സംയമനം ചെയ്തിട്ട് വായുവിൽ നിന്നും പാഠം പഠിക്കാം. ആകാശം എന്ന് പറഞ്ഞാൽ ഇടം, ഒന്നിനോടും സംഘമില്ലാതെ ജീവിക്കുക. ഇതൊക്കെ എളുപ്പമാ, കേൾക്കാനുള്ളതല്ല, പറയാനുള്ളതല്ല, പഠിപ്പിക്കാനുള്ളതല്ല, പ്രാവർത്തികമാക്കാൻ ഉള്ളതാണ്. ജലത്തെ പോലെ സ്നിഗ്ധത, നിർമ്മലത്വം, തെളിമ, സ്നേഹം എല്ലാറ്റിനെയും പരിശുദ്ധമാക്കാനുള്ള ഒരു അന്തരംഗം. ഏത് വലിയ മാർദ്ദവമില്ലാത്ത പാറയെപ്പോലും മൃദുലമാക്കുന്ന നദിയെ കണ്ടിട്ടില്ലേ? ആ ജലത്തെ പോലെ സ്നിഗ്ധത വരാം, അഗ്നിയെപ്പോലെ അക്ഷോഭ്യത, സർവ കർമ്മ അഖിലം പാർത്ത ജ്ഞാനേ പരിസമാപ്യതേ. ജ്ഞാനാഗ്നിയിൽ എരിഞ്ഞില്ലാതാകുന്നത് പോലെ ചെയ്യണം. ചന്ദ്രനിലുണ്ടാകുന്ന വൃത്തിക്ഷയങ്ങളെ പോലെ വരുന്നതും പോകുന്നതും ഇല്ലാതാകുന്നത് ആണ് എന്ന് മനസ്സിലാക്കണം.
സൂര്യൻ എങ്ങനെ എടുക്കണം, എങ്ങനെ കൊടുക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാവിൽ നിന്ന് പഠിപ്പിക്കുന്നു, മമത്വം പാടില്ല. ഇത് നിങ്ങൾ മുമ്പുള്ള പ്രഭാഷകനിൽ നിന്നും കേട്ടതാണ്. ഇനിയും പെരുമ്പാമ്പിൽ നിന്ന് പഠിച്ചു, അധികം ഭിക്ഷ തേടി പോകണ്ട, എതിർച്ഛാലാഭ സന്തുഷ്ടമായിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് വന്നല്ലോ, ഇത്രയൊക്കെ, എല്ലാറ്റിലും തൃപ്തി. Have heartfelt gratitude from within to each and everyone on this earth. Heartfelt gratitude because each and everything is God. God is all pervading. ദൈവം സർവവ്യാപ്തമായിരിക്കുന്ന ചൈതന്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് സർവ്വതിനെയും ആ അനന്യഭാവത്തോട് പ്രണമിക്കുക. അതാണ് പെരുമ്പാമ്പ്. സമുദ്രത്തെ പോലെ അക്ഷോഭ്യമായി, അല്ലേ, ആ അനന്ത സൗന്ദര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിശ്ചലമായി അതില് തപസ്സുകളെ സമീപിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി സമീപിക്കേണ്ടതിന്റെ ആവശ്യകത. ഈയാമ്പാറ്റ അഗ്നിയിൽ പോലെ ജീവിതത്തെ നശിപ്പിക്കുന്നത് പോലെ, ഹോമിക്കുന്നത് പോലെ വിഷയാശയിൽപ്പെട്ട് ജീവിതത്തെ നശിപ്പിക്കാതെ, തേനീച്ചയെ പോലെ വലിയ പൂവാണെങ്കിലും ചെറിയ പൂവാണെങ്കിലും ഒന്നിനെയും ദ്രോഹിക്കാതെ തേനെടുക്കുന്നത് പോലെ, അല്ലെ, ദ്രോഹിക്കാതെ തേനെടുക്കുന്നത് പോലെ എങ്ങനെ ഭിക്ഷ സ്വീകരിക്കണം, ആരെയും ഉപദ്രവിക്കരുത്. ഗ്രന്ഥം വലുതായാലും ചെറുതായാലും അതിൻ്റെ സാരം ഉൾക്കൊണ്ട് സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. സ്പർശസുഖത്തിൽ ആകൃഷ്ടമായി ജീവിതം നശിപ്പിക്കാതെ ആനയെ സ്മരിച്ചുകൊണ്ട്, തൻ്റെ ധൈര്യത്തെയും കരുത്തിനെയും സ്മരിച്ചുകൊണ്ട് അടിമപ്പെടാതെ ജീവിക്കണം. തേൻ ശേഖരിച്ചു കൊണ്ടുപോകുന്നവൻ തൻ്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോകും. ഉള്ള സമയത്ത് നന്മയുള്ള സേവാ കർമ്മങ്ങളിൽ, സേവന കർമ്മങ്ങളിൽ പുണ്യ പരിഭാഗം വരത്തക്ക രീതിയിൽ ജീവിക്കാം. മാനിനെ പോലെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. അതിലൊന്നും ആകൃഷ്ടമാകരുത്. മത്സ്യം രസാസ്വാദനത്തിന് വേണ്ടി ജീവിതത്തെ നശിപ്പിക്കുന്നു. ഭിക്ഷ ഔഷധം പൂജ്യതാം. ഔഷധം എന്ന രീതിയിൽ, ഭിക്ഷാരീതിയിൽ ലഭിക്കുന്നതിനെ കണ്ട് ഭുജിച്ചുകൊണ്ട് ജീവിക്കുക. എല്ലാറ്റിലും ബ്രഹ്മഭാവന വെച്ച് പുലർത്തുക. പിങ്കള, ഈ മാംസത്തില് നമുക്ക് ബുദ്ധി ഉണ്ടാകരുത്, മാംസത്തില് സുഖം വരുന്നു എന്ന് വിചാരിക്കരുത്. നവദ്വാരമായിരിക്കുന്ന ഈ പുരി അത്യന്തം നിന്ദ്യമാണ്, നികൃഷ്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പിങ്കള പഠിപ്പിച്ച പാഠത്തെ ഓർത്തുകൊണ്ട് ജീവിതത്തെ ശ്രേഷ്ഠമാക്കുക. സാധിച്ചു വെച്ചാൽ കഴുകനെ പോലെ താൻ ശേഖരിച്ചു വെച്ചാൽ, ഉപഭോഗത്തിനായി ശേഖരിച്ചു വെച്ചാൽ അത് വിഷമത്തെ തരും, അതിനെ കൈവിടുക. ബാലനെ പോലെ മാനാപമാനങ്ങളില്ലാതെ, അല്ലേ, നല്ലതുപോലെ ജീവിക്കുക. കൊച്ചുകുട്ടിയുടെ ഭാവം, അല്ലേ, പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ടാസേ. വളരെ ഗംഭീരമായ അറിവൊന്നുമല്ല ആഗ്രഹം, ബാലഭാവം ഉള്ളിൽ വെച്ച് വെക്കുക. കുമാരിയെ പോലെ ഏകാന്തത്തിൽ വസിക്കുന്നതിനുള്ള പാഠം കുമാരിയിൽ നിന്ന് പഠിക്കാം. ഏകാഗ്രത ശരമുണ്ടാക്കുന്നവൻ നമുക്ക് പഠിപ്പിച്ചു തന്ന, ബാണം കൂർപ്പിക്കുന്ന ആ ഏകാഗ്രതയില് ചുറ്റുപാടുമുള്ള വാദ്യഘോഷാദികള് രാജഘോഷയാത്ര അറിയാതിരുന്നത് പോലെ നമ്മളുടെ ശ്രദ്ധ അതിൽ തന്നെയായിരിക്കട്ടെ. സ്വന്തമായി വീടുണ്ടാക്കണ്ട, ഏകാന്തമായി ജീവിക്കാം എന്നുള്ള പാഠം സർപ്പത്തിൽ നിന്ന് പഠിച്ചു, ചിലന്തിയിൽ നിന്നും. അതുപോലെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ കൽപ്പന നാം തന്നെ ചെയ്ത് വ്യഷ്ടി സൃഷ്ടിയും സമഷ്ടി വൃഷ്ടിയും പഠിപ്പിച്ചു. അതുപോലെ വേട്ടാളപ്പുഴു, 24ാമത്തെ ഗുരുവാണ് വേട്ടാളപ്പുഴു. വേട്ടാളപ്പുഴുവിനെ കണ്ടിട്ടില്ലേ? നമ്മളുടെ വീടിൻ്റെയൊക്കെ ജനലിൻ്റെ സൈഡിലും അവിടെ ഇവിടെയും ഒക്കെ ചെറിയ മണ്ണ് കൊണ്ടുവന്നുണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ വീട് പോലെ, നമ്മൾ 4 നിലയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അവരനേകം നിലയുണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ അഭിമാനം പോലെ അവർക്കും അഭിമാനം ഉണ്ടാകുവേ, ഞാൻ എത്ര നിലയുള്ള വീടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. എന്തായാലും അതിനകത്തുണ്ടാക്കി വെച്ചിട്ട് ഈ വേട്ടാളൻ ഒരു ചെറിയ പുഴുവിനെ അതിനകത്തേക്ക് കൊണ്ടിട്ടിട്ട് അതിൻ്റെ പുറം മൂടി സ്വല്പം മണ്ണ് കൊണ്ട് മൂടിയിട്ട് വീണ്ടും അതിനെ കൂതും. ഇതൊക്കെ നിങ്ങൾ അനവധി തവണ കണ്ടിട്ടുണ്ടാകും, അല്ലേ? കണ്ടിട്ടുണ്ട്. അങ്ങനെ അതിലെ കൂതുമ്പോൾ ഈ പുഴു തന്നെ വേട്ടാളനായി പരിണമിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആധ്യാത്മിക ശാസ്ത്രം ഈ ഉദാഹരണം നമ്മെ പഠിപ്പിച്ചുകൊണ്ട് ഉദ്ബോധിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ,
നമ്മൾ ഏതൊന്നിനെയാണോ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുന്നത് അത് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ആയിത്തീരും എന്നാണ്. പുഴുവിനെ ഭയന്ന് പുഴുവിനെ ധ്യാനിച്ചുകൊണ്ട് ഏതൊന്നിനെ ധ്യാനിച്ചുകൊണ്ടാണോ നമ്മൾ ജീവിതം നയിക്കുന്നത് അത് തന്നെ ആയിത്തീരും. ഭാഗവതം തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ? ഭരതൻ മാനിനെ ധ്യാനിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചു, മാനായി ജനിച്ചു. ഇനി നികൃഷ്ടമായ ഏത് വാസന ഉള്ളിൽ വെച്ചുകൊണ്ടാണോ നാം ജീവിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ജന്മമുണ്ടാകും. ഇതൊന്നും അസത്യ പ്രസ്താവനയല്ല, ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതുമല്ല. ഇതൊക്കെ പരമമായ യാഥാർത്ഥ്യമാണ്. അഖില ഭാരത ഭാഗവത സത്രവേദി എന്നും ഒരു ഉൾപ്പുളകത്തെ നൽകുന്നതാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്ന ശ്രോതാക്കളൊക്കെ തന്നെ വളരെ ശ്രദ്ധാലുക്കളും ജിജ്ഞാസുക്കളും മുമുക്ഷുക്കളുമാണ്. ജീവിതത്തിൽ പകർത്താൻ സമർപ്പണ ബുദ്ധിയുള്ളവരാണ്. മാത്രവുമല്ല ഇവിടെ വരുന്ന പ്രഭാഷകരും അതുപോലെയുള്ളവരാണ്. ഇത്തരത്തിലുള്ള മഹത്തായ യജ്ഞ സപര്യ നടത്തുന്നതിൽ ശ്രദ്ധയും ഭക്തിയും സമർപ്പണ ബുദ്ധിയുമുള്ള നാരായണസ്വാമിയെ പോലെയുള്ളവർ നമുക്കേവർക്കും ഒരു അനുഗ്രഹവുമാണ്. ഈ നാടിന് ഒരു പുണ്യപ്രവാഹമാണ്. അങ്ങനെയുള്ള പുണ്യപരിഭാഗമായിരിക്കുന്ന പാപാദികളെ ഒഴിവാക്കുന്നതിന് കാരണഭൂതമായിരിക്കുന്ന തീർത്ഥം തന്നെയാണ് നാരായണസ്വാമിയെ പോലെയുള്ള മഹത്തുക്കൾ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള മഹത്തുക്കളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെയുള്ള സത്രവേദിയിൽ നിങ്ങളോടൊപ്പം ഹൃദയ സംവാദം നടത്തുന്നതിന് ലഭിച്ച ഈ സന്ദർഭത്തെ പ്രണമിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും നേരം സംവദിച്ചു കൊണ്ടിരുന്ന വാക്കുകൾ എന്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമിജിയുടെ അദൃശ്യ സ്വരൂപനായി അരൂപ സ്വരൂപനായി മൗന ഘന അമൃത അബ്ധിയായി വിരാജിക്കുന്ന എന്റെ ഗുരുനാഥന്റെ തൃച്ചേവടികളിൽ പൂജാ മലരുകളായി അർപ്പിച്ചുകൊള്ളുന്നു. ഓം വാക് യജ്ഞേന കൽപദാ